2025 ജനുവരി മുതൽ സഹകാരി റേസ് പ്ലസ് തുടങ്ങിയ തീവ്രയജ്ഞം ഡിവിഷണൽ അക്കൗണ്ടന്റ് പകുതി സ്റ്റേജിലേക്ക് എത്തുകയാണ് അല്ലെ. നമുക്കറിയാം പ്രിലിംസും മെയിൻസും പിന്നെ ഇന്റർവ്യൂ എന്നുള്ള കടമ്പയുണ്ട്, 3 കടമ്പയുണ്ട്. അപ്പോൾ അതിന്റെ പകുതിയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ ശ്രമം എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, നമുക്ക് പ്രിലിംസ് പാസ്സാവണം അല്ലേ. ഏറ്റവും പ്രധാനം പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ മെയിൻസ് പാസ്സാകാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാ പേർക്കും തുല്യമാണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവർക്കും അറിയാം അല്ലേ. കാരണം എന്താ, അവിടെ പാസ് മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ശനിയാഴ്ച പരീക്ഷ പ്രതീക്ഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെടുത്തിയ മെഗാ ലൈവ് സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നാളെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം സഹകാരിയുടെ യൂട്യൂബ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സസ് നോട്ട് ഓൺലി നമ്മുടെ സഹകാരി റേസ് പ്ലസിൻ്റെ ടീം നമ്മളൊരു നല്ലൊരു ടീമിനെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നുണ്ട്. അവർക്ക് വേണ്ടി മാത്രമല്ല, പുറത്തു നിന്ന് പഠിക്കുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അവർക്കും ഉറപ്പായിട്ടും ഒരു 2-3 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ് നമ്മൾ ഈ ഒരു മെഗാ ലൈവിലൂടെ, ഹോട്ട് ടോപ്പിക് മെഗാ ലൈവിലൂടെ വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാലും സഹകാരി കൂടെ ഉണ്ടാവും. കാരണം മെയിൻസ് എക്സാമിനേഷന് വേണ്ടി അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പ്രിലിംസ് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, കൃത്യമായിട്ട് പാസ് മാർക്ക് വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണ് വേണ്ടത്. കാരണം എന്താ, എഴുത്ത് പരീക്ഷയാണ്, ഇതുവരെ പോലെയുള്ള അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് എഴുതി പരിശീലിക്കണം അല്ലേ. ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് പാസ്സായി വരാൻ പറ്റത്തുള്ളൂ. കാരണം 160 പാസ് മാർക്കുള്ള പരീക്ഷ ഉണ്ടല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ 200 പാസ് മാർക്കുള്ള മാത്സ് ഉണ്ട്. അവിടെ നമുക്ക് പാസ്സാകാൻ 100 മാർക്കാണ് വേണ്ടത്. അത് 100 മാത്രം എഴുതിയാൽ മതിയോ? പോരാ, 100 എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല. കുറഞ്ഞത് 150 മാർക്കിനെങ്കിലും നമ്മൾ എഴുതിയാൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പൊരിക്കും, തകർക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ് വരാൻ പോകുന്നത്. നമുക്ക് അടുത്ത ടീച്ചേഴ്സിനെ സ്വാഗതം ചെയ്യാം. കോമേഴ്സിൻ്റെയും അതുപോലെ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഏരിയാസ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ ദിവസങ്ങൾ നിങ്ങൾ ട്യൂൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 4-5 മാർക്ക് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പാകത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം. സഹകാരി റൈസ് പ്ലസിന്റെ ഡിവിഷണൽ അക്കൗണ്ടന്റിന് വേണ്ടി നടത്തുന്ന ലൈവ് ക്ലാസ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിലെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ചോദ്യങ്ങൾ ഓരോന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസറുകൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അഡീഷണലായി പറയുന്ന കാര്യങ്ങൾ ഒന്ന് കുറിച്ചെടുക്കാനും കൂടെ ശ്രമിക്കുക. നോക്കിയേ, ആദ്യത്തെ ചോദ്യം ചോദ്യം ഇങ്ങനെയാണ്: ഐ ഡാഷ് യു വൺ ഓഫ് ദീസ് 2 days. These days I expect. നോക്കിയേ, I dash you one of these days I expect. ഓപ്ഷനിലായിട്ട് will be seeing ഓപ്ഷനിലുണ്ട്, അതുപോലെ തന്നെ am seeing ഓപ്ഷനിലുണ്ട്, will see ഓപ്ഷനിലുണ്ട്, അതുപോലെ see ഓപ്ഷനിലുണ്ട്. ഒന്ന് നോക്കിയേ, ചോദ്യം നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയേ. ആൻസർ ഏത് വരും? നോക്കിയേ, നമുക്ക് തന്നിരുന്ന ചോദ്യത്തിൽ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൽ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? വിൽ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി കാര്യം എന്താണെന്ന് നോക്കിയേ, വിൽ സി വരാനുള്ള കാര്യം എന്താണെന്ന് നോക്കിയേ. അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കിലെ ടെൻസ് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം എന്താണെന്ന് നോക്കാം. തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഭാഗം നോക്കിയിട്ട് മറുഭാഗം ഫില്ല് ചെയ്യണം. തന്നിരിക്കുന്ന ഭാഗം ഐ എക്സ്പെക്ട് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനോടൊപ്പം ചേരുന്ന ടെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിന്റെ ടെൻസുകളാണ് ചേരുന്നത്. ഏതാണ് ചേരുന്നത്? ഫ്യൂച്ചർ ടെൻസ് ആണ് അവിടെ ചേർത്ത് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, എന്ത് ചെയ്യുന്നൂടെ, ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് കണക്റ്റഡ് വിത്ത് സിമ്പിൾ പ്രസന്റ്. എപ്പോഴും സിമ്പിൾ പ്രസന്റ് ഫ്യൂച്ചർ ടെൻസുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ഫ്യൂച്ചർ ടെൻസിൽ ഏതൊക്കെ ടെൻസുമായിട്ട് കണക്ട് ചെയ്യാം? സിമ്പിൾ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യാം, അതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസുമായിട്ട് കണക്ട് ചെയ്യാം, അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റുമായും കണക്ട് ചെയ്യാം. അപ്പം ഈ 3 ടെൻസുകളും ഏതുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? സിമ്പിൾ പ്രസന്റുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ എക്സ്പെക്ട് എന്ന് പറയുന്ന V1 ആണ്. ഇത് സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്നു. നമുക്ക് ഓപ്ഷനിലായിട്ട് വിൽ ബി സീയിങ് ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ആം സീയിങ് വരില്ല. അതുപോലെ വിൽ സി ഉത്തരമാണെന്ന് പറഞ്ഞു, സി വരില്ല. ഇനി നോക്കിയേ, എന്തുകൊണ്ട് നമുക്ക് വിൽ ബി സീയിങ് അവിടെ വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സി എന്ന് പറയുന്ന വെർബ് ഒരു സ്റ്റേറ്റീവ് വെർബ് ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വെർബ് ആയതുകൊണ്ട് അതിനെന്തില്ല ING രൂപങ്ങൾ പറയാറില്ല. വെർബിന്റെ കാര്യത്തില് സ്റ്റേറ്റീവ് വെർബുകൾ എന്തായിട്ട് പറയാറില്ല? ING ആയിട്ട് പറയാറില്ല. അതായത് ടെൻസില് കണ്ടിന്യൂസ് വരുന്ന ടെൻസിലൊന്നും എന്തായിട്ട് ഉപയോഗിക്കാറില്ല, അതൊരു ING ഫോം ആയിട്ട് വരാറില്ല. അതുകൊണ്ടാണ് ആ ഓപ്ഷൻ നമ്മൾ എന്തായിട്ട് എടുക്കാത്തത്, ഉത്തരമായിട്ട് എടുക്കാത്തത്. പഠിച്ചു വയ്ക്കുക. സിമ്പിൾ പ്രസന്റ് ഏതൊക്കെ ടെൻസുമായിട്ട് കണക്ട് ചെയ്ത് പറയാം? ഫ്യൂച്ചർ പെർഫെക്റ്റും, അതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസും, അതുപോലെ തന്നെ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ ആണല്ലോ ആദ്യത്തെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. നോക്കിയേ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. രണ്ടാമത്തെ ചോദ്യം എല്ലാവരും ചോദ്യം വായിച്ചു നോക്കിയിട്ട് ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ. ഷീ യൂഷ്വലി ഡാഷ് ക്ലാസിക്കൽ സോങ്സ് ബട്ട് ടുഡേ ഷീ ഈസ് സിംഗിങ് എ ഫിലിം സോങ്. ഒന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷനിലായിട്ട് സിങ്സ് ഓപ്ഷനിലുണ്ട്, ഈസ് യൂഷ്വലി സിംഗിങ് ഓപ്ഷനിലുണ്ട്, സാങ് ഉണ്ട്, ഈസ് സിംഗിങ് ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തില് ഉത്തരമായിട്ട് വരുന്നത്, തന്നിരിക്കുന്ന ചോദ്യത്തില് നമുക്ക് യൂഷ്വലി നിങ്ങൾക്ക് ഉള്ള ടോപ്പിക്കാണ്. ടെൻസില് സിമ്പിൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രസന്റ് ടെൻസ് ആണ്. യൂഷ്വലി എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് എന്തിനെ മെൻഷൻ ചെയ്യുന്നു? സിമ്പിൾ പ്രസന്റിനെ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, യൂഷ്വലി, അതുപോലെ ജനറലി, അതുപോലെ ഫ്രീക്വന്റ്ലി, അതുപോലെ ഒക്കേഷണലി, അതുപോലെ ഹാബിച്വലി, റെഗുലർലി, റെയർലി, ആനുവലി, ഇയർലി, മന്ത്ലി, വീക്കിലി, ഡെയിലി, ഇത്തരം വാക്കുകളൊക്കെ വരുന്ന സെന്റൻസുകൾ എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. നോക്കിയേ, അപ്പൊ യൂഷ്വലി വരുന്നുണ്ട് സെന്റൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ നോക്കിയേ, ഓപ്ഷനിലായിട്ട് ഈസ് അല്ലെങ്കിൽ സിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലുണ്ട്, അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി ഈസ് യൂഷ്വലി സിംഗിങ് വരില്ല. അതുപോലെ സാങ് എന്ന് പറയുന്നത് V2 ആണ്, അത് വരില്ല. ഈസ് സിംഗിങ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അത് വരില്ല. അതുകൊണ്ട് ഏത് ഉത്തരം വരുന്നു? സിങ്സ് നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. സിങ്സ് ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസന്റിന് പറഞ്ഞ കോഡ് എങ്ങനെയായിരുന്നു കൂട്ടിലെ? ഒരു കോഡ് വെച്ചിട്ടാണ് സിമ്പിൾ പ്രസന്റ് നമ്മൾ പഠിച്ചു തീർത്തത്. എന്തെന്ന് പഠിച്ചു? എന്റെ സോളി, എന്റെ ENTA, എന്റെ സോളി പ്ലസ് V1 or S, എന്റെ സോളി പ്ലസ് V1 or S. എന്തായിരുന്നു എന്റെ സോളി എന്ന് പറയുന്നത്? ഇയിൽ വരുന്ന വാക്ക് എവര്, എന്നിൽ വരുന്ന വാക്ക് നെവർ, ടിയിൽ വരുന്ന രണ്ട് വാക്കാണ് ട്വൈസ്, ത്രൈസ്, എയിൽ വരുന്ന വാക്ക് ഓൾവേസ്. ഇനി സോളിയിൽ എസ്സിൽ വരുന്ന മൂന്ന് വാക്കുകളാണ് സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. ഓയിൽ വരുന്ന വാക്ക് വൺസ്, ഓഫൺ. എൽവയിൽ അവസാനിക്കുന്ന വാക്കുകളാണ് യൂഷ്വലി, ജനറലി, ഫ്രീക്വന്റ്ലി, ഒക്കേഷണലി, ഹാബിച്വലി, റെഗുലർലി, റെയർലി, നോർമലി, അതുപോലെ ജനറലി, ആനുവലി, ഇയർലി, മന്ത്ലി, വീക്കിലി, ഡെയിലി. ഇത്തരം വാക്കുകൾ ഏതെങ്കിലും ഒന്ന് സെന്റൻസിന്റെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എന്തെഴുതാം? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. എങ്ങനെ എഴുതാം? V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ ഉത്തരമായിട്ട് എഴുതാം. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ ഉത്തരമായിട്ട് എഴുതാം. ഓക്കെ, വെർബ് V1 എഴുതണമെങ്കിൽ സബ്ജക്റ്റ് എന്തായിരിക്കണം കുട്ടികളെ? സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം. എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ എഴുതണമെങ്കിൽ സബ്ജക്റ്റ് എന്തായിരിക്കണം? സബ്ജക്റ്റ് സിംഗുലാർ ആയിരിക്കണം. ഓക്കെ, വെർബ് V1 ആണെങ്കിൽ എന്ത് ചെയ്യും? സബ്ജക്റ്റ് പ്ലൂറലും, വെർബ് എസ്സിൽ അവസാനിക്കുന്ന വെർബുകളാണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലാറും ആയിരിക്കണം. നോക്കിയേ, ഇവിടെ ഷീ എന്ന് പറയുന്നത് സിംഗുലാർ ആയതുകൊണ്ട് യൂഷ്വലി എന്ന് പറയുന്ന ആ ടൈമിംഗ് വേർഡ് സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്നത് കൊണ്ടും നമുക്ക് ഉത്തരമായിട്ട് സിങ്സ് എന്ന് പറയുന്ന വേർബ് ഉത്തരമായിട്ട് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ പറഞ്ഞതാണ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ടോപ്പിക്കിലുള്ളതാണ്, ഓർമ്മയിലിരിക്കുക. അതിൽ സിമ്പിൾ പ്രസന്റ് നിങ്ങളുടെ ടോപ്പിക്ക് അവിടെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് പറഞ്ഞ കോഡ് എന്റെ സോളി പ്ലസ് V1 or S. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിന് പറഞ്ഞ കോഡ് ഏതായിരുന്നു കൂട്ടില്ലേ? പ്രസന്റ് കണ്ടിന്യൂസിന് പറഞ്ഞ കോഡ് ഒന്ന് പറഞ്ഞു നോക്കിയേ. സാത്താൻ, SATAN, സാത്താൻ പ്ലസ് ഈസ് ആം ആറ് പ്ലസ് ING. സാത്താൻ പ്ലസ് ഈസ് ആം ആറ് പ്ലസ് ING. ഈസ് ആം ആറ് പ്ലസ് ING. എസ്സിൽ വരുന്ന വാക്ക് സ്റ്റില്, എയിൽ വരുന്ന വാക്ക് അറ്റ് പ്രസന്റ്, ടിയിൽ വരുന്ന വാക്ക് ടുഡേ, അടുത്ത എയിൽ വരുന്ന വാക്ക് അറ്റ് ദിസ് മൊമെന്റ്, എന്നിൽ വരുന്ന രണ്ട് വാക്കാണ് നൗ,
റൈറ്റ് നൗ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കും? ഈസ് എഴുതാം, ആം എഴുതാം, ആർ എഴുതാം, പ്ലസ് ING. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഈസ് പ്ലസ് ING, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ പ്ലസ് ING, സബ്ജക്റ്റ് ഐ വന്നാൽ ആം പ്ലസ് ING ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓർമ്മയിലിരിക്കുക. ഓക്കെ. അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് നിങ്ങളുടെ ടോപ്പിക്കിലുള്ളതാണ്. പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞ കോഡ് എങ്ങനെയായിരുന്നു കുട്ടികളെ? പ്രസന്റ് പെർഫെക്റ്റിന് രാജ് RAJ രാജ് YL പ്ലസ് ഹാസ് ഓർ ഹാവ്, രാജ് YL പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. പറഞ്ഞേ, രാജ് YL പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്രസന്റ് പെർഫെക്റ്റിന് പറഞ്ഞ കോഡായിരുന്നു. എങ്ങനെയായിരുന്നു? ആറിൽ വരുന്ന വാക്ക് റീസെന്റ്ലി, ആറിൽ വരുന്ന വാക്ക് റീസെന്റ്ലി, എയിൽ വരുന്ന വാക്ക് ഓൾറെഡി, എയിൽ വരുന്ന വാക്ക് ഓൾറെഡി, ജെയിൽ വരുന്ന വാക്ക് ജസ്റ്റ്, ജസ്റ്റ് നൗ, ജസ്റ്റ്, ജസ്റ്റ് നൗ, വൈയിൽ വരുന്ന വാക്ക് യെറ്റ്, എല്ലിൽ വരുന്ന വാക്ക് ലേറ്റ്ലി. ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എന്ത് എഴുതാം? ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഹാസ് പ്ലസ് V3 എഴുതണമെങ്കിൽ തന്നിരിക്കുന്ന സബ്ജക്റ്റ് സിംഗുലാർ ആയിരിക്കണം. ഹാവ് പ്ലസ് V3 എഴുതണമെങ്കിൽ സബ്ജക്റ്റ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ രാജ് YL പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഓക്കെ ആണല്ലോ. അതുപോലെ സിൻസ് അല്ലെങ്കിൽ ഫോർ, സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ ഉത്തരം എന്തായിരിക്കും കുട്ടികളെ? ഹാസ് ബീൻ, ഹാസ് ബീൻ അല്ല എങ്കിൽ ഹാവ് ബീൻ, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് വരാം. ഇപ്പൊ സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് വരും. ഓർമ്മയിലിരിക്കുക, നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് പറഞ്ഞ കോഡാണ്. എൻ്റെ സോളി പ്ലസ് V1 ഓർ എസ്, സാത്താൻ പ്ലസ് ഈസ് ആം ആർ പ്ലസ് ING എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇനി പ്രസന്റ് പെർഫെക്റ്റിന് പറഞ്ഞ കോഡാണ് രാജ് YL പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ ഉത്തരം ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ING ആയിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവിടെ ഓർമ്മയിലിരിക്കുക. ഇവിടെ നാച്ചുറൽ ട്രൂത്തുകളെയും പ്രോവർബുകളെയും സൂചിപ്പിക്കുന്ന സെന്റൻസ്, നാച്ചുറൽ ട്രൂത്ത്, പ്രോവർബ്, കോട്ട്സ് എന്നിവയൊക്കെ സംബന്ധിക്കുന്ന സെന്റൻസുകളാണെങ്കിൽ അവ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. നാച്ചുറൽ ട്രൂത്ത്, പ്രോവർബ്, കോട്ട്സ്, മാറ്റമില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള സെന്റൻസുകളാണെങ്കിൽ അവ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അതുകൂടെ ഓർമ്മയിലിരിക്കുക, മറക്കരുത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നോടെ. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ, സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ ഓപ്ഷനിലായിട്ട്, അപ്പൊ നമുക്ക് ഉത്തരം ഏത് വരും എന്ന് പറഞ്ഞു? ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ING ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ സിൻസും ഫോറും വരുന്ന സെൻസുകളിൽ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ING തന്നെയാണ് ഉത്തരം വരുന്നത്. ഇനി നോക്കുക, തന്നിരിക്കുന്ന ഓപ്ഷനിലെ വെർബ് ഒരു സ്റ്റേറ്റീവ് വെർബ് ആണെങ്കിൽ, തന്നിരിക്കുന്ന സിൻസും ഫോറും വരുന്ന സെന്റൻസുകളിലെ വെർബ് ഒരു സ്റ്റേറ്റീവ് വെർബ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് വെർബ് ആണെങ്കിൽ, സ്റ്റാറ്റിക് വെർബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെന്റൽ ആക്ഷനെ സൂചിപ്പിക്കുന്ന വെർബുകളാണ് സ്റ്റാറ്റിക് വെർബുകൾ എന്ന് പറയുന്നത് ഇല്ലേ? ഫിസിക്കൽ ആക്ഷനെ സൂചിപ്പിക്കുന്ന വെർബുകൾ എന്ന് പറയുന്നത് ഡൈനാമിക് വെർബുകളാണ്. ഫിസിക്കൽ ആക്ഷൻസ് ഡൈനാമിക് വെർബും മെന്റൽ ആക്ഷൻ വെർബുകൾക്ക് പറയുന്ന പേര് സ്റ്റേറ്റീവ് വെർബുകളാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റീവ് വെർബുകൾക്ക് എന്തില്ല എന്ന് പറഞ്ഞു? നമ്മൾ ING രൂപങ്ങളില്ല. അപ്പം സിൻസ് ഫോർ വരുന്ന സെന്റൻസുകളിൽ സ്റ്റേറ്റീവ് വെർബുകളാണ് ഓപ്ഷനിൽ കിടക്കുന്നതെങ്കിൽ, സ്റ്റേറ്റീവ് വെർബിന്റെ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതാൻ പാടില്ല? ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ING എഴുതാൻ പാടില്ല. പകരം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഉത്തരമായിട്ട് എഴുതാം. അപ്പൊ ഹാസ് ഓർ ഹാവ് പ്ലസ് V3യും ഉത്തരമായിട്ട് വരും. എന്താണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സിൻസും ഫോറും വരുന്ന സെന്റൻസിൽ സ്റ്റേറ്റീവ് വെർബാണ് ഓപ്ഷനിൽ കിടക്കുന്നതെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഉത്തരമായിട്ട് എഴുതാം. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇങ്ങനെയാണ്: വെൻ വി റീച്ച്ഡ് ഹിയർ, വെൻ വി റീച്ച്ഡ് ദെയർ, ഹിയർ അല്ല ദെയർ, ദേ ഡാഷ്. ഓപ്ഷനിലായിട്ട് ഹാവ് ഗോൺ ഓപ്ഷനിലുണ്ട്, ഹാഡ് ഗോൺ ഓപ്ഷനിലുണ്ട്, അതുപോലെ തന്നെ ഹാഡ് ബീൻ ഗോൺ ഓപ്ഷനിലുണ്ട്, ഹാവ് ബീൻ ഗോൺ ഓപ്ഷനിലുണ്ട്. നോക്കിയേ, ഒന്ന് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിയേ, എങ്ങനെയായിരുന്നു ഉത്തരം വരുന്നത്? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്ത് ചെയ്യുന്നു? പാസ്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ റീച്ച്ഡ് എന്ന് പറയുന്നത് V2 ആണ്. അപ്പം നോക്കുക, V2 സെന്റൻസിന്റെ ഒരു ഭാഗം V2 ആണെങ്കിൽ, ഓർമ്മയിലിരിക്കുക, സെന്റൻസിന്റെ ഒരു ഭാഗം V2 ആണെങ്കിൽ അതിന്റെ മറുഭാഗത്ത് വാസ് ഓർ വെയർ, വാസ് ഓർ വെയർ പ്ലസ് ING ഉത്തരമായിട്ട് വരാം.
വാസ് ഓർ വെയർ പ്ലസ് ing ഉത്തരമായിട്ട് വരാം. അല്ല എങ്കിൽ സെന്റൻസിന്റെ ഒരു ഭാഗം V2 വരികയും എന്ത് ചെയ്യും, വാസ് ഓർ വെയർ പ്ലസ് ing ഇല്ല എങ്കിൽ നമുക്ക് ഏതെഴുതാം, ഹാഡ് പ്ലസ് V3യും ഉത്തരമായിട്ട് വരാം. അപ്പം V2നോടൊപ്പം സിമ്പിൾ പാസ്റ്റിനോടൊപ്പം ചേരുന്ന രണ്ട് ടെൻസുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റുമാണ്. ഇവിടെ നോക്കിയേ, V2 എന്ന് പറഞ്ഞ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നോക്കുക, നമ്മൾ പറഞ്ഞ വാസ് ഓർ വെയർ പ്ലസ് ing ഓപ്ഷനിലില്ല. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നോക്കുക, ഹാഡ് പ്ലസ് V3 നോക്കാം. നമുക്ക് ഹാഡ് പ്ലസ് V3 ഏത് ഓപ്ഷൻ കിടക്കുന്നു, ബി ഓപ്ഷൻ ആയിട്ടുള്ള ഹാഡ് പ്ലസ് V3 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഹാഡ് ഗോൺ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓർമ്മയിലിരിക്കുക, നമ്മുടെ പാസ്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസ് പരീക്ഷയിൽ ഉള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ പഠിക്കാം. സിമ്പിൾ പാസ്റ്റിന് പറഞ്ഞ കോഡ് എങ്ങനെയായിരുന്നു കുട്ടികളെ, അലി ALY അലി 2024. നോക്ക്, 2024 പ്ലസ് V2 അലി 2024 പ്ലസ് V2. എയിൽ വരുന്ന വാക്ക് ഏതാണ് കുട്ടികളെ, എയിൽ വരുന്ന വാക്കാണ് എഗോ. എയിൽ വരുന്ന വാക്ക് എഗോ. എല്ലിൽ വരുന്ന വാക്ക് ലാസ്റ്റ്. വൈയിൽ വരുന്ന വാക്ക് യെസ്റ്റർഡേ. വൈയിൽ വരുന്ന വാക്ക് യെസ്റ്റർഡേ. 2024 കഴിഞ്ഞ വർഷങ്ങൾ, കഴിഞ്ഞുപോയ വർഷങ്ങൾ. 2024, 23 അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, കഴിഞ്ഞു പോയിട്ടുള്ള വർഷങ്ങൾ. ഇതിലേതെങ്കിലും ഒന്ന് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം, ഉത്തരം V2 ആയിരിക്കണം. ഉത്തരം എന്തായിരിക്കണം, ഉത്തരം V2. ഒന്ന് പറഞ്ഞേ. അപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റ് പറഞ്ഞ കോഡ് എങ്ങനെയായിരുന്നു ഇവിടെ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അലി 2024 പ്ലസ് V2. എയിൽ വരുന്ന വാക്ക് എങ്ങനെയാ, എഗോ. എല്ലാണെങ്കിലോ ലാസ്റ്റ്. വൈ ആണെങ്കിൽ യെസ്റ്റർഡേ. 2024 എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ വർഷങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒന്ന് സെന്റൻസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എന്തെഴുതാം, V2 ഉത്തരമായിട്ട് എഴുതാം. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പം വാസ് ഓർ വെയർ പ്ലസ് ing ആയിരിക്കും. വാസ് ഓർ വെയർ പ്ലസ് ing ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് വരുന്നത്. വാസ് ഓർ വെയർ പ്ലസ് ing. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വാസ് പ്ലസ് ing, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെയർ പ്ലസ് ing ഉത്തരമായിട്ട് വരും. നമുക്കവിടെ ഒരു കണ്ടീഷനാണ് പഠിക്കേണ്ടത്. ഇതിനോടൊപ്പം ചേരുന്ന രണ്ട് ടെൻസ് ഉണ്ട്. ഒന്നാമത്തത് സിമ്പിൾ പാസ്റ്റും ചേരും, അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസും ചേരും. സിമ്പിൾ പാസ്റ്റും ചേരും, പാസ്റ്റ് കണ്ടിന്യൂസും ചേരും. ഇത്രയേ ഉള്ളൂ കാര്യം. സെന്റൻസിന്റെ ഒരു ഭാഗം എന്താണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനോടൊപ്പം സിമ്പിൾ പാസ്റ്റും വരാം, അല്ല എങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസും വരാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. മൂന്നാമത്തത് ഏതാണെന്ന് ചോദിച്ചാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പം ഹാഡ് പ്ലസ് V3 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതിന്റെ ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള ചോദ്യങ്ങളാണ്. കണ്ടീഷൻ വരുന്ന ഒരു ഭാഗം നോക്കി മറുഭാഗം ഉത്തരം ഇടുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ അതിനോടൊപ്പം ചേരുന്നത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതില് ആക്ഷൻ മെത്തേഡിലാണ് പറയുന്നത്. ഫസ്റ്റ് ആക്ഷൻ, ഒരു സെന്റൻസിനകത്ത് രണ്ട് ടൈമിൽ നടന്ന രണ്ട് ആക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റുമായിരിക്കണം. രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റുമായിരിക്കണം. നോക്കിയേ, വെൻ വി റീച്ച്ഡ് ദെയർ ദേ ഡാഷ്. നോക്ക്, ഹാഡ് ഗോൺ. ഹാഡ് ഗോൺ എന്ന് പറയുന്നതാണ് ആദ്യം നടന്നത്. നമ്മൾ എപ്പോഴാണോ അവിടേക്ക് എത്തിച്ചേർന്നത് അപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞു. എത്തിച്ചേർന്നത് രണ്ടാമത്തെ പ്രവൃത്തി. ആദ്യം നടന്ന പ്രവൃത്തി ഹാഡ് പ്ലസ് V3, രണ്ടാമത്തെ പ്രവൃത്തി സിമ്പിൾ പാസ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പം ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ഈ വന്ന ചോദ്യങ്ങൾ. അടുത്ത ചോദ്യം നോക്കിയേ. എല്ലാവരും ചോദ്യം ഒന്ന് വായിച്ചിട്ട് ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇറ്റ് ഈസ് ടൈം ദ ചിൽഡ്രൻ ഡാഷ്. ഇറ്റ് ഈസ് ടൈം ദ ചിൽഡ്രൻ ഡാഷ് വെന്റ് ടു ബെഡ് ഓപ്ഷനിലുണ്ട്, ഗോസ് ടു ബെഡ് ഓപ്ഷനിലുണ്ട്, ഗോ ടു ബെഡ് ഓപ്ഷനിലുണ്ട്, ഗോയിങ് ടു ബെഡ് ഓപ്ഷനിലുണ്ട്. എല്ലാവരും ഉത്തരം പറഞ്ഞു നോക്കിയേ. ഉത്തരം പറഞ്ഞു നോക്കിയേ. ഓക്കെ, നോക്കിയേ, അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെന്റ് ടു ദി ബെഡ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. എന്ത് വരുന്നു, വെന്റ് ടു ബെഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. പഠിക്കുക. നോക്കുക, കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം, V2 ആയിരിക്കണം. ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം, V2 ആയിരിക്കണം. പഠിക്കുക. ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വാക്കുകൾ എങ്ങനെയായിരുന്നു കുട്ടികളെ പഠിച്ചതാണ് നമ്മൾ. ഏതൊക്കെയായിരുന്നു, ഇറ്റ് ഈസ് ടൈം, വാക്കൊന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് ടൈം. രണ്ടാമത്തത് ഇറ്റ് ഈസ് എ ഹൈ ടൈം. ഏതൊക്കെയുണ്ടായി, ഇറ്റ് ഈസ് ടൈം. രണ്ടാമത്തത് ഇറ്റ് ഈസ് എ ഹൈ ടൈം. ഇറ്റ് ഈസ് ടൈം. രണ്ടാമത്തത് ഇറ്റ് ഈസ് എ ഹൈ ടൈം. നിങ്ങളിങ്ങനെ പഠിക്കാം. ഈ വാക്കുകൾക്ക് ഒരു 4 റൂള് പഠിച്ചു വെച്ചിരുന്ന എന്ത് ചെയ്യുന്നൂടെ, അതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം വന്നാലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയായിരുന്നു, ഏതൊക്കെയായിരുന്നു വാക്കുകൾ, ഇറ്റ് ഈസ് ടൈം ഒന്നാമത്തെ വാക്ക്,
ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ടൈം. രണ്ടാമത്തെ വാക്ക് ഏതാണ്ടേ? ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം. മൂന്നാമത്തെ വാക്ക് ഇറ്റ് ഈസ് എബൌട്ട് ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. അപ്പൊ 3 വാക്കുകൾ എങ്ങനെയായിരുന്നു കുട്ടികളെ? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഒന്നും കൂടെ പറ. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം V2 ആയിരിക്കും. ഉത്തരം എന്തായിരിക്കും? V2. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? V2 ആയിരിക്കും. നോക്കിയേ, ഇവിടെ ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് ചിൽഡ്രൻ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? V2 അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് ടൈം, അതുപോലെ തന്നെയാണ് 3 വാക്കുകൾ. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? V2 ഉത്തരമായിട്ട് വരും. അടുത്ത റൂള് പഠിക്കുക. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ടു എന്ന പ്രിപ്പോസിഷൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ടു എന്ന പ്രിപ്പോസിഷൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? ING ആയിരിക്കണം. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ടു എന്ന പ്രിപ്പോസിഷൻ ആണ് വരുന്നതെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? ING. അപ്പൊ ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം കഴിഞ്ഞിട്ട് ടു എന്ന പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? ING. അടുത്ത് നോക്കിയേ, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ടോ നോക്കാം. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഫോർ എന്ന പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ടോ നോക്കാം. എന്ത് വന്നിട്ടുണ്ടോ നോക്കാം? ഫോർ. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഫോർ എന്ന പ്രിപ്പോസിഷൻ ആണ് വരുന്നതെങ്കിൽ, തുടർന്ന് വരുന്നത് എന്തായിരിക്കണം? ING ആയിരിക്കണം. തുടർന്ന് വരുന്നത് ING ആയിരിക്കണം. അപ്പൊ ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം, ഇറ്റ് ഈസ് എന്ത് ചെയ്യുന്നൂടെ ഹൈ ടൈം. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ടോ നോക്കാം. ഫോർ വന്നിട്ടുണ്ടെങ്കിൽ ING ഉത്തരമായിട്ട് വരുന്നു. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഫോർ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? ING. അടുത്ത പഠിക്കുക. 4ാമത്തെ റൂള്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഫോർ വന്നിട്ടുണ്ട്, ഫോർ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. ഫോർ കഴിഞ്ഞ ഉടനെ എന്ത് വന്നിട്ടുണ്ട്? ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം വീണ്ടും എന്തിലേക്ക് വരുന്നു? 2 + V1ലേക്ക് വരുന്നു. എന്തിലേക്ക് വരുന്നു? 2 + V1ലേക്ക് വരുന്നു. ഒന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സബ്ജക്റ്റ് വരാം, അല്ല എങ്കിൽ ഒബ്ജക്റ്റ് വരാം. വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? V2. അടുത്തത് ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഒന്നും വന്നിട്ടില്ല, പകരം ടു എന്ന പ്രിപ്പോസിഷൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ തുടർന്ന് വരുന്നത് എന്തായിരിക്കണം? ING അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇനി ഈ വാക്കിൽ കഴിഞ്ഞിട്ട് ഫോർ എന്ന പ്രിപ്പോസിഷൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ, സോറി ഇവിടെ എന്ത് ചെയ്യുന്നുടെ ടു വന്നിട്ടുണ്ടെങ്കിൽ ING അല്ല, ടു വന്നിട്ടുണ്ടെങ്കിൽ വെർബ് V1 ഉത്തരമായിട്ട് വരും കേട്ടോ. ടു വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? V1. അപ്പൊ ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞിട്ട് ടു വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം V1 ആയിരിക്കും. ഇനി ഈ വാക്കിൽ കഴിഞ്ഞിട്ട് ഫോർ എന്ന പ്രിപ്പോസിഷൻ ആണ് വരുന്നതെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? ING ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. ഈ വാക്കിൽ കഴിഞ്ഞിട്ട് ഫോർ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? 2 + V1 അവിടെ ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു? 2 + V1 അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ ഈ റൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഈ പദസൂര്യം പോലെ ഒരു സാധനം പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് ഉത്തരമായിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും. പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലിരിക്കുമല്ലോ. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ V2, ടു വന്നു കഴിഞ്ഞാൽ V1, അതുപോലെ ഏത് വന്നു? ഫോർ വന്നു കഴിഞ്ഞാൽ ING, ഫോർ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം 2 + V1 അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത നോക്കി, അടുത്ത ചോദ്യം അവിടെ വെൻറ്റ് ടു ബെഡ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കി, എല്ലാവരും ഒന്ന് ചോദ്യം വായിച്ചിട്ട് ഉത്തരം ഒന്ന് എന്ത് ചെയ്യുന്നൂടെ ഒന്ന് കമന്റ് ചെയ്തേ. ഇൻ ദിസ് സെന്റൻസ് ഹി ഈസ് നോട്ട് ഫ്രണ്ട്ലി, ഫ്രണ്ട്ലി ഈസ് ഡാഷ്. ഓക്കെ, തന്നിരിക്കുന്ന സെന്റൻസിൽ ഹി ഈസ് നോട്ട് ഫ്രണ്ട്ലി എന്ന് പറയുന്ന സെന്റൻസിൽ ഫ്രണ്ട്ലി എന്ന് പറയുന്ന വാക്ക് ഏത് കാറ്റഗറിയിൽ വരുന്ന വാക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, ആഡ്വെർബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതുപോലെ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുപോലെ നൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുപോലെ വേർബ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഏതാണ് കുട്ടികളെ ഒന്ന് കമന്റ് ചെയ്തേ, ഏത് വരുന്നു? അപ്പൊ നോക്കിയോണേ. അപ്പൊ ഹി എന്ന് പറയുന്ന
എന്ത് ചെയ്യുന്നൂടെ ആ സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാണ് എന്ന് പറയുന്നത് ഫ്രണ്ട്ലി എന്ന്, അല്ലെങ്കിൽ നോട്ട് ഫ്രണ്ട്ലി എന്ന് പറയുന്ന വാക്ക് ഇല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? സത്യത്തിൽ നോട്ട് ഫ്രണ്ട്ലി ആണ് വരേണ്ടിയിരുന്നത്. ഫ്രണ്ട്ലി എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇതിന്റെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ വിശേഷണം. അതുകൊണ്ട് നമുക്ക് അതിനെന്തെന്ന് പറയാം? നൗണുകളുടെ വിശേഷണങ്ങൾക്ക് പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. ഇറ്റ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. നൗണുകളുടെ വിശേഷണങ്ങൾക്ക് പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. എന്ത് ചെയ്യുന്നൂടെ അതൊരു അഡ്ജക്റ്റീവായിട്ട് എന്ത് ചെയ്യും മാറുന്നു? അഡ്ജക്റ്റീവാണ്. എന്ത് ചെയ്യും തന്നിരിക്കുന്നത്? അഡ്ജക്റ്റീവാണ്. അപ്പൊ എന്താണ് കുട്ടികളെ അഡ്ജക്റ്റീവും ആഡ്വർബും? അഡ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അഡ്ജക്റ്റീവുമായി ബന്ധപ്പെട്ടതല്ലേ. അഡ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നാമത്തിന്റെ വിശേഷണം പറയുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവുകൾ എന്ന് പറയുന്നത്. നാമത്തിന്റെ വിശേഷണം പറയുന്ന വാക്കുകൾക്ക് പറയുന്ന പേര് അഡ്ജക്റ്റീവ്. എത്ര തരം അഡ്ജക്റ്റീവ് ഉണ്ട് കുട്ടികൾ? എത്ര തരം അഡ്ജക്റ്റീവ് ഉണ്ട്? പ്രധാനമായും 7 തരം അഡ്ജക്റ്റീവുകളാണ് ഉള്ളത്. ഒന്നാമത്തെ അഡ്ജക്റ്റീവിന്റെ പേര് ഏതാണ് കുട്ടികളെ? എന്ത് ചെയ്യുന്നൂടെ? ഒന്നാമത്തത് അഡ്ജക്റ്റീവ് ഓഫ് മാനർ. എന്ത് ചെയ്യുന്നൂടെ? അല്ലെങ്കിൽ ക്വാളിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. ഒന്നാമത്തെ പേരാണ് ക്വാളിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. ഓക്കെ. രണ്ടാമത്തെ അഡ്ജക്റ്റീവിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ക്വാണ്ടിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. മൂന്നാമത്തെ പേരാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. മൂന്നാമത്തെ അഡ്ജക്റ്റീവിന്റെ പേരാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. നാലാമത്തെ അഡ്ജക്റ്റീവിന്റെ പേരാണ് ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. അഞ്ചാമത്തെ അഡ്ജക്റ്റീവിന്റെ പേരാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ആറാമത്തെ പേരാണ് ഏതെന്ന് പറയുന്നത്? ഡെമോൺസ്ട്രേറ്റ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. ആറാമത്തെ പേര് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. ഓക്കെ. അടുത്ത ഏഴാമത്തെ പേരാണ് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. എത്ര തരം അഡ്ജക്റ്റീവ് ഉണ്ട് കുട്ടികളെ? പ്രധാനമായിട്ടും 7 തരം അഡ്ജക്റ്റീവുകളാണ്. നാമത്തിന്റെ വിശേഷണം പറയുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ്. ഐഡന്റിഫിക്കേഷൻ നമുക്ക് വരുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ക്വാണ്ടിറ്റി ടൈപ്പ് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. നാമത്തിന്റെ വിശേഷണം പറയുന്ന വാക്കുകൾ എക്സലന്റ്, അതേപോലെ ഏതെന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ, ഹാൻസം, ക്ലവർ, വണ്ടർഫുൾ എല്ലാം എന്ത് ടൈപ്പ് അഡ്ജക്റ്റീവ് ആണ്? ക്വാണ്ടിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ് ആണ്. ഇനി ക്വാളിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ് ആണ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക? സംഖ്യകൾ കഴിഞ്ഞിട്ട് നാമം വരുന്നെങ്കിൽ, സംഖ്യകൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു സംഖ്യ കൊണ്ടാണ് നാമത്തെ വിശേഷിപ്പിക്കുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്വാണ്ടിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇല്ലേ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? തന്നിരിക്കുന്ന ചോദ്യത്തില് ഒരു സംഖ്യ 1, 2, 3, 4 ഇങ്ങനെയുള്ള സംഖ്യകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു നൗൺ വന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യകൾക്ക് വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. അടുത്ത ഏതാണ്ടായി? പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? മൈ, അതേപോലെ അവർ, അതേപോലെ യുവർ, അതേപോലെ ഹിസ്, അതേപോലെ ഹെർ, അതുപോലെ ഇറ്റ്സ്, അതുപോലെ ദയർ. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗൺ വന്നിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകൾക്ക് വിളിക്കുന്ന പേര് അഡ്ജക്റ്റീവ് എന്നാണ്. എന്ത് തരം അഡ്ജക്റ്റീവ് ആണ്? പൊസസീവ് അഡ്ജക്റ്റീവ്. അടുത്താണ് ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. എന്താണ് ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ? കൃത്യതയില്ലാത്ത വാക്കുകൾ കഴിഞ്ഞിട്ടാണ് ഒരു നൗൺ വരുന്നതെങ്കിൽ ആ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് പറയുന്ന പേര് ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. സമ്മ് ഒരു ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ് ആണ്. മെനി ഒരു ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ് ആണ്. അതേപോലെ സെവറൽ ഒരു ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ് ആണ്. ഫ്യൂ ഒരു ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ് ആണ് ഇല്ലേ. സെവറൽ ബോയ്സ് ആർ പ്ലേയിങ് ക്രിക്കറ്റ്, അവിടെ സെവറൽ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഇത്തരം വാക്കുകൾ കഴിഞ്ഞിട്ട് എന്ത് വരണം കുട്ടികളെ? ഒരു നൗണ് വന്നിരിക്കണം. വന്നാൽ മാത്രം ആ വാക്കുകൾക്ക് വിളിക്കുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. അടുത്താണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഏതൊക്കെയുണ്ട്? 4 വാക്കുകൾ. ഒന്ന് ദിസ്, അതേപോലെ ദാറ്റ്, അതുപോലെ ദീസ്, അതുപോലെ ദോസ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗൺ വന്നിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകൾക്ക് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗൺ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേര് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നു. ഓക്കെ. അടുത്താണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ്. കോമ്പൗണ്ട് വേർഡുകൾ കഴിഞ്ഞിട്ട്, എന്താണ് ഈ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 2
വ്യത്യസ്ത അർത്ഥം തരുന്ന വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരു അർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് വേർഡ്. ഇത്തരത്തിലുള്ള വാക്കുകൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, തൊട്ടടുത്തായിട്ട് ഒരു നൗൺ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം നൗണുകൾക്ക് അല്ലെങ്കിൽ അത്തരം വാക്കുകൾക്ക് പറയുന്ന പേരാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. വെൽ മെയിൻറ്റെയിൻഡ്, വെൽ ഒരു വാക്ക്, മെയിൻറ്റെയിൻഡ് മറ്റൊരു വാക്കാണ് അല്ലേ. വെൽ മെയിൻറ്റെയിൻഡ് ഒരു കോമ്പൗണ്ട് വേർഡ് ആണ്. വെൽ മെയിൻറ്റെയിൻഡ് ഹൗസ് എന്നും കൂടെ വന്നപ്പോഴത്തേക്കും എന്തായിട്ട് മാറി, ആ വെൽ മെയിൻറ്റെയിൻഡ് അഡ്ജക്റ്റീവ് ആയിട്ട് മാറി. അടുത്താണ് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. എന്താണ് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡുകൾ, ക്വസ്റ്റ്യൻ വേർഡുകൾ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്, വാട്ട്, വെയർ, ഹൗ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗൺ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡുകൾക്ക് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വേർഡുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗൺ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡിന് വിളിക്കുന്ന പേര് എന്ന് പറയുന്നു, ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു. വിച്ച് ബുക്ക് ഈസ് യുവർ ഫേവറേറ്റ്, വിച്ച് കഴിഞ്ഞിട്ട് ബുക്ക് എന്ന് പറയുന്ന നൗൺ വന്നിരിക്കുന്നുണ്ട്, ആ വിച്ചിനെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്. ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ഓർമ്മയിലിരിക്കുക. അഡ്ജക്റ്റീവ് ആഡ്വർബ് നിങ്ങളുടെ ടോപ്പിക്കാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇനി എന്താണ് ഈ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൗൺ നിങ്ങളുടെ ടോപ്പിക്കാണ്. എന്തിൻ്റെയും പേരായ ശബ്ദങ്ങൾക്ക് പറയുന്ന പേരാണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് വെർബ് എന്ന് പറയുന്നത്. വെർബ് നിങ്ങളുടെ ടോപ്പിക്കാണ്. ഇനി എന്താണ് ആഡ്വർബ് എന്ന് പറഞ്ഞാൽ, പ്രവൃത്തിയുടെ വിശേഷണം പറയുന്ന വാക്കുകളാണ് ആഡ് വെർബുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് അഡ്ജക്റ്റീവ് ആണ്. അടുത്ത ചോദ്യം നോക്കിയേ. ദ ആഡ് വെർബ് ഓഫ് ബ്രേവ് ഈസ് ഡാഷ്. ദ ആഡ് വെർബ് ഓഫ് ബ്രേവ് ഈസ് ഡാഷ്. ബ്രേവറി ഓപ്ഷനിലുണ്ട്, അതുപോലെ ബ്രേവ് ഉണ്ട്, അതുപോലെ എന്ത് ചെയ്യുന്നൂടെ ബ്രാവോ ഓപ്ഷനിലുണ്ട്, ബ്രേവിലി ഓപ്ഷനിലുണ്ട്. ഏതാണ് കുട്ടികളെ? ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയേ. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്? ഓക്കെ, ബ്രേവിലി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്താണ് വരുന്നത്? ബ്രേവിലി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. നമ്മൾ പഠിച്ചതാണ് അഡ്ജക്റ്റീവുകൾ. അഡ്ജക്റ്റീവ് എൽവയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അതെല്ലാം എന്തായിട്ട് മാറുമെന്ന് പഠിച്ചു കുട്ടികളെ? ആഡ് വെർബുകളായിട്ട് മാറും. അഡ്ജക്റ്റീവുകൾ എൽവയിൽ അവസാനിച്ചാൽ അതെല്ലാം എന്തായിട്ട് മാറുന്നു? ആഡ് വെർബ്. ഹാൻസം, ഹാൻസംലി, വണ്ടർഫുൾ, വണ്ടർഫുള്ളി, സ്വീറ്റ്, സ്വീറ്റ്ലി ഒക്കെ ആഡ് വെർബായിട്ട് മാറുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ബ്രേവ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അത് എൽവയിൽ അവസാനിച്ചപ്പം ബ്രേവിലി, അത് ആഡ് വെർബാണ്. ആഡ് വെർബുകൾ എത്ര തരം? പ്രധാനമായിട്ടും 5 തരം ആഡ് വെർബുകളാണ് ഉള്ളത്. ഒന്നാമത്തത് ആഡ് വെർബ് ഓഫ് മാനർ. രണ്ടാമത്തത് ഏതാണ്? ആഡ് വെർബ് ഓഫ് ടൈം. മൂന്നാമത്തെ ഏതാണ്? ആഡ് വെർബ് ഓഫ് പ്ലേസ്. നാലാമത്തെ ഏതാണ്? ആഡ് വെർബ് ഓഫ് ഫ്രീക്വൻസി. അഞ്ചാമത്തെ ഏതാണ്? ആഡ് വെർബ് ഓഫ് ഡിഗ്രി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആഡ് വെർബുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയുണ്ട്? എത്ര തരം? 5 തരം ഉണ്ട്. ഒന്നാമത്തത് മാനർ, രണ്ടാമത്തെ ടൈം, മൂന്നാമത്തെ പ്ലേസ്, നാലാമത്തത് ഫ്രീക്വൻസി, അഞ്ചാമത്തത് ഡിഗ്രി. ഇനി എന്താണ് ഇവയെന്നും കൂടെ പറഞ്ഞേ. മാനർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എങ്ങനെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക്. അപ്പൊ ഈ മലയാള വാക്കുകൾ ഓർമ്മയിലിരുന്നാൽ മതി. ആ വെർബിനോട് നമ്മൾ ചോദിച്ചു നോക്കിയാൽ മതി. അപ്പൊ എങ്ങനെയാണ് ആ പ്രവൃത്തി നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന വാക്കുകൾക്ക്, അങ്ങനെ ആ സെന്റൻസിൽ അല്ലെങ്കിൽ ആ വെർബ് നൽകുന്ന ഉത്തരങ്ങളാണ് ആഡ് വെർബുകൾ എന്ന് പറയുന്നത് അല്ലേ. ഹാൻസംലി, ക്ലവർലി, വണ്ടർഫുള്ളി, സ്വീറ്റ്ലി ഒക്കെ പറയുന്നത് ആഡ് വെർബ് ഓഫ് മാനർ ആണ്. ഇനി ടൈം എന്ന് പറഞ്ഞാലോ, പ്രവൃത്തി എപ്പോൾ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ് വെർബ് ഓഫ് ടൈം. യെസ്റ്റർഡേ, ഇനി അതേപോലെ ടുമോറോ, അതേപോലെ ടുഡേ എന്നൊക്കെ പറയുന്നത് ആഡ് വെർബ് ഓഫ് ടൈം. പ്ലേസ് എന്ന് പറഞ്ഞാലോ, പ്രവൃത്തി എവിടെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ് വെർബ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. ആഡ് വെർബ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസൈഡ്, ഔട്ട്സൈഡ് ഒക്കെ ആഡ് വെർബ് ഓഫ് പ്ലേസ് ആണ്. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലോ, പ്രവൃത്തി എത്ര തവണ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ് വെർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വൺസ്, ട്വൈസ്, ത്രൈസ് എന്നൊക്കെ പറയുന്നത് ഫ്രീക്വൻസിയാണ്. ലാസ്റ്റ് വണ് ആഡ് വെർബ് ഓഫ് ഡിഗ്രി എന്ന് പറഞ്ഞാലോ, പ്രവൃത്തി എത്രത്തോളം നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ് വെർബ് ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത്. പ്രവൃത്തി എത്രത്തോളം നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ആഡ് വെർബ് ഓഫ് ഡിഗ്രി എന്ന് പറയുന്നു. ഓക്കെ, അഡ്ജക്റ്റീവ് എന്താണെന്നും ആഡ് വെർബ് എന്താണെന്നും അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും എങ്ങനെയാ കണ്ടെത്താമെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. നോക്കിയേ അടുത്ത ചോദ്യം.
എല്ലാവരും ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ. പിക്ക് ഔട്ട് ആൻ അബ്സ്ട്രാക്ട് നൗൺ ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ അബ്സ്ട്രാക്ട് നൗൺ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയർ ഉണ്ട്, ക്രൗഡ് ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, അതുപോലെ ഹിയർ ഉണ്ട്. പറഞ്ഞു നോക്കിയേ ഏതാണ് അബ്സ്ട്രാക്ട് നൗൺ? അത് തന്നെ ഏതാണ്? ഹിയർ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഹിയർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്താണ് ഈ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഈ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ കുട്ടികളെ നൗണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നൗൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെയും പേരായ ശബ്ദങ്ങൾക്ക് പറയുന്ന പേരാണ് നൗണുകൾ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ, മൊബൈല്, നമ്മളെ പേരുകൾ എല്ലാത്തിനും പറയുന്ന പേരാണ് നൗണുകൾ എന്ന് പറയുന്നത്. നൗൺ നമുക്ക് രണ്ടായിട്ട് തിരിക്കാന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് കുട്ടികളെ രണ്ടായിട്ട് തിരിക്കുന്നത്? ഒന്നാമത്തെ പേരാണ് അബ്സ്ട്രാക്ട് നൗൺ. ഒന്നാമത്തെ പേര് അബ്സ്ട്രാക്ട് നൗൺ. രണ്ടാമത്തെ പേരാണ് കോൺക്രീറ്റ് നൗൺ. രണ്ടാമത്തെ പേര് കോൺക്രീറ്റ് നൗൺ. എന്താണ് ഈ അബ്സ്ട്രാക്ട്, എന്താണ് ഈ കോൺക്രീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത നാമങ്ങളാണ് അബ്സ്ട്രാക്ട് നൗണുകൾ എന്ന് പറയുന്നത്. കാണാനും കഴിയില്ല, സ്പർശിക്കാനും കഴിയില്ല, അങ്ങനെയുള്ള നാമങ്ങളാണ് അബ്സ്ട്രാക്ട്. ഫിയർ എന്ന് പറയുന്നത് കാണാനോ സ്പർശിക്കാനോ കഴിയോ? ഇല്ല. പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അല്ലാണ്ട് ഫിയർ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഹാപ്പിനെസ്, ആംഗ്രി, സാഡ്നെസ്, ഇതെല്ലാം ഫിയർ അല്ല, ഹിയർ. നമുക്ക് കാണാനും കഴിയില്ല, തൊട്ടു നോക്കാനും പറ്റില്ല. അങ്ങനെയുള്ള നാമം ആയതുകൊണ്ടാണ് അതിന് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. അതേപോലെ കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞാൽ കാണാനും കഴിയും, തൊട്ടു നോക്കാനും കഴിയും. കാണാനും തൊട്ടു നോക്കാനും കഴിയുന്ന നാമങ്ങൾക്ക് പറയുന്ന പേരാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. കാണാനും തൊട്ടു നോക്കാനും കഴിയുന്ന നാമങ്ങളാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. നോക്ക് ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ, മൊബൈല് ഒക്കെയും കോൺക്രീറ്റ് നൗണുകളാണ്. ഈ കോൺക്രീറ്റ് നൗണിനെ നമുക്ക് എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യാം കുട്ടികളെ? മൂന്നായിട്ട് നാലായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പേരാണ് പ്രോപ്പർ നൗണുകൾ. ഒന്നാമത്തെ പേര് പ്രോപ്പർ നൗൺ. രണ്ടാമത്തെ പേര് കോമൺ നൗണുകൾ. രണ്ടാമത്തെ പേര് കോമൺ നൗൺ. മൂന്നാമത്തെ പേര് കളക്റ്റീവ് നൗൺ. നാലാമത്തെ പേര് മെറ്റീരിയൽ നൗൺ. നാലാമത്തെ പേര് മെറ്റീരിയൽ നൗൺ. എന്താണ് ഈ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രോപ്പർ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരായ ശബ്ദമാണ് പ്രോപ്പർ എന്ന് പറയുന്നത്. വ്യക്തി, സ്ഥലം, വസ്തു എന്നിവയുടെ പേരായ ശബ്ദങ്ങളാണ് പ്രോപ്പർ നൗൺ. ഇനി എന്താണ് ഈ കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ഒരേ ഗണത്തിൽപ്പെട്ടവയെ പൊതുവേ പറയുന്ന പേരുകളാണ് കോമൺ നൗൺ. ഒരുപോലെയുള്ളവയ്ക്ക് ഒരുപോലെയുള്ള അല്ലെങ്കിൽ സാധനങ്ങൾക്ക് പൊതുവേ പറയുന്ന പേരാണ് കോമൺ നൗൺ എന്ന്. ഇപ്പം നദികളുടെ പേര് റിവർ എന്ന് പറയുന്ന ഒരു കോമൺ നൗൺ ആണ്. ഫ്രൂട്ട് എന്ന് പറയുന്ന കോമൺ നൗൺ ആണ് അല്ലേ? ബോയ്, ഗേൾ എന്നൊക്കെ പറയുന്നത് കോമൺ നൗൺ ആണ്. ഓക്കെ, ഇനി അതേപോലെ എന്താണ് കളക്റ്റീവ് നൗൺ എന്ന് ചോദിച്ചാൽ നൗണുകളുടെ കൂട്ടങ്ങൾക്ക് പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. നൗണുകളുടെ കൂട്ടങ്ങൾക്ക് പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്? ഹേർഡ് ഓഫ്, സ്വാം ഓഫ്, ലിറ്റർ ഓഫ്, ആൽബം ഓഫ്, ബഞ്ച് ഓഫ് എല്ലാം കളക്റ്റീവ് നൗണുകളാണ്. ഇനി ലാസ്റ്റ് മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കളുടെ പേരായ ശബ്ദം. ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അയൺ, വുഡ് ഇതെല്ലാം മെറ്റീരിയൽ നൗണുകളാണ്. ഇനി അടുത്ത് വരുന്ന രണ്ട് ടൈപ്പ് നൗണുകളാണ്. കൗണ്ടബിൾ നൗണുകൾ എന്താണ്? അൺകൗണ്ടബിൾ നൗണുകൾ എന്താണ്? പറഞ്ഞേ, എന്താണ് ഈ കൗണ്ടബിൾ നൗൺ, എന്താണ് ഈ അൺകൗണ്ടബിൾ നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണാൻ കഴിയുന്ന നാമങ്ങൾക്ക് പറയുന്ന പേരാണ് കൗണ്ടബിൾ നൗണുകൾ. എണ്ണാൻ കഴിയുന്ന നാമങ്ങളാണ് കൗണ്ടബിൾ. ബോയ്, ഗേള്, സ്റ്റുഡന്റ് ഒക്കെ കൗണ്ടബിൾ ആണ്. എന്താണ് ഈ അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയാത്ത നാമങ്ങൾക്ക് പറയുന്ന പേരാണ് അൺകൗണ്ടബിൾ നൗണുകൾ. നിങ്ങൾക്കുള്ള ടോപ്പിക്കാണ് അൺകൗണ്ടബിൾ നൗണുകൾ. ഓക്കെ, അൺകൗണ്ടബിൾ നൗണ് വാട്ടർ അൺകൗണ്ടബിൾ ആണ്, മണി അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, അതുപോലെ ബ്യൂട്ടി അൺകൗണ്ടബിൾ ആണ്, ഷുഗർ അൺകൗണ്ടബിൾ ആണ്, ടൈം അൺകൗണ്ടബിൾ ആണ്. ഇതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയാം. കുട്ടികളെ അൺകൗണ്ടബിൾ നൗൺ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും സിംഗുലാർ വെർബുകളായിരിക്കും. അൺകൗണ്ടബിൾ നൗൺ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലാർ വെർബുകളായിരിക്കണം. പഠിച്ചു വെച്ചോണം. എന്ത് ചെയ്യും? മച്ചിന്റെയും മെനിയുടെയും ഉപയോഗവും പഠിച്ചു വയ്ക്കുക. മച്ച് അതുപോലെ മെനി എന്നിവയുടെ ഉപയോഗവും കൂടെ പഠിച്ചു വയ്ക്കുക. എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. ഒന്നാമത്തത് MPP എന്ന് പഠിക്കുക, അതുപോലെ എന്തെന്ന് പഠിക്കുക? മാസ് എന്ന് പഠിക്കുക, അതുപോലെ മസ് എന്ന് പഠിക്കുക. ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. MPP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. എന്തെന്ന് പറയുക? മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. അതായത് മെനിയോടൊപ്പം എപ്പോഴും എന്താണ് വരുന്നത്? കൗണ്ടബിൾ നൗണുകളും മച്ചിനോടൊപ്പം എപ്പോഴും വരുന്നത് അൺകൗണ്ടബിൾ നൗണുകളാണ്. മെനിയോടൊപ്പം വരുന്നത് കൗണ്ടബിൾ നൗണുകളും മച്ചിനോടൊപ്പം വരുന്നത് അൺകൗണ്ടബിൾ നൗൺ.
ഇവയുടെ 3 റൂളുകളാണ് MPP മാസ് മസ്. എന്താണ് MPP? മെനി കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് പ്ലൂറലും വെർബും എന്തായിരിക്കണം? പ്ലൂറല് ആയിരിക്കണം. മെനി കഴിഞ്ഞിട്ട് സബ്ജക്റ്റും വെർബും പ്ലൂറൽ ആയിരിക്കും. എന്നാൽ മെനി എ എന്നാണ് വരുന്നെങ്കിൽ, മെനി കഴിഞ്ഞിട്ട് എ എന്ന് കൂടെ ഉണ്ടെങ്കിൽ, മെനി എ എന്നാണ് വരുന്നെങ്കിൽ സബ്ജക്റ്റും വെർബും എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. മെനി എ ബോയ് ഈസ് എന്നേ പറയുള്ളൂ. മെനി ബോയ്സ് ആർ എന്നാണ് പറയുന്നത്. ഓക്കെ. മച്ച് കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് എപ്പോഴും എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണെന്ന് പറഞ്ഞു. തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ. അപ്പൊ മസ് എന്ന് പറഞ്ഞ എന്താണ്? മച്ച് പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. മച്ച് പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓർമ്മയിൽ ഇരിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇവിടെ എന്ത് ചെയ്യുന്നു? ചെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺക്രീറ്റ് നൗൺ ആണ്. അതിലൊരു എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് കോൺക്രീറ്റ് നൗൺ ആണ്. ക്രൗഡ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആണ്. ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്. ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്. ക്ലിയർ ആണോ കുട്ടികളെ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നോക്കിയേ. ദ നൗൺ ഫോം ഓഫ് ദ നൗൺ ഫോം ഓഫ് പ്രൊഡ്യൂസ് ഈസ് ഡാഷ്. പ്രൊഡ്യൂസ് എന്ന് പറയുന്ന വാക്കിന്റെ നൗൺ ഫോം ഏതാണ്? ഒന്ന് വായിച്ചു പോയിട്ട് പറഞ്ഞേ. പ്രൊഡക്റ്റീവ് ഉണ്ട്, പ്രൊഡ്യൂസിങ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, പ്രൊഡ്യൂസ്മെന്റ് ഉണ്ട്. ഏതാണ് കുട്ടികളെ? ഏതാണ്? പ്രൊഡക്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഏത് ഉത്തരം വരുന്നു? പ്രൊഡക്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. പ്രൊഡ്യൂസ് എന്ന് പറയുന്ന വാക്കിന്റെ പ്രൊഡ്യൂസ് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുക, അതിന്റെ വെർബ് ഫോം ആണ്. അതിന്റെ നൗൺ ഫോം ഏതാണെന്ന് ചോദിച്ചാൽ പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഉൽപാദനം, പ്രൊഡക്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതേപോലെ വെർബുകൾ തന്നിട്ട് അതിന്റെ നൗൺ ഫോം ചോദിക്കും. അതുപോലെ നൗൺ തന്നിട്ട് അതിന്റെ എന്ത് ചെയ്യുന്നു? ഇതേപോലെ എന്തെങ്കിലും വാക്കുകൾ തന്നിട്ട് അതിന്റെ അഡ്ജക്റ്റീവ് ഫോം ചോദിക്കും. ആഡ് വെർബ് ഫോമുകളൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ളത് വളരെ പെട്ടെന്ന് ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്ത ചോദ്യം നോക്കിയേ ചോദ്യം. ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ഡേറ്റം ഈസ് ഡാഷ്. സിംഗുലാർ പ്ലൂറലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഡേറ്റം എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം എന്താണ്? നമ്മൾ പഠിച്ചതാണ്. UM-ല് ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയേ. എങ്ങനെ വരാം? UM-ൽ അവസാനിക്കുന്ന ഒരു വാക്കാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പ്ലൂറൽ പറയാൻ പറഞ്ഞ UM മാറ്റിയിട്ട് A ആക്കുക. പഠിച്ചതാണ് നമ്മള്. അപ്പൊ UM മാറ്റിയിട്ട് A ആക്കുമ്പോൾ എന്ത് കിട്ടുന്നു കുട്ടികളെ? ഡേറ്റ എന്ത് ചെയ്യുന്നൂടെ എന്ന് കിട്ടുന്നു? A ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. A ഓപ്ഷൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നൂടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഡേറ്റ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ആ സിംഗുലാർ പ്ലൂറൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് തന്നിരിക്കുന്ന വാക്ക് UM-ൽ അവസാനിക്കുന്ന ഒരു വാക്കാണെങ്കിൽ അത് UM മാറ്റി A ആക്കുമ്പോഴേക്കും അതെന്തായിട്ട് മാറുന്നു കുട്ടികളെ? അമ്മു മാറ്റി ആയാക്കുമ്പോഴത്തേക്കും അത് പ്ലൂറലായിട്ട് മാറുന്നു. പറഞ്ഞു നോക്കിയേ. അഡൻഡം എന്തെന്ന് വരുന്നു? അഡൻഡ. കരിക്കുലം, കരിക്കുല. അതുപോലെ എംപോറിയം, എംപോറിയ. സാനിറ്റോറിയം, സാനിറ്റോറിയ. ജിംനേഷ്യം, ജിംനേഷ്യ. അതേപോലെ എറാറ്റം, എറാറ്റ. ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയ. സ്റ്റേഡിയം, സ്റ്റേഡിയ. മീഡിയം, മീഡിയ. ഇങ്ങനെ പോകുന്നു വാക്കുകൾ. ഓക്കെ. അപ്പൊ UM-ൽ അവസാനിക്കുന്ന ഒരു വാക്കാണ് തരുന്നതെങ്കിൽ UM മാറ്റിയിട്ട് എന്താക്കി കൊടുത്താൽ മതി? A ആക്കിയാൽ മതി. അതെന്തായിട്ട് മാറുന്നു കൂട്ടിലെ? പ്ലൂറലായിട്ട് മാറുന്നു. സിംഗുലാറും പ്ലൂറലും ആണ്. ഒന്ന് ഓർമ്മയിലിരിക്കുക. എന്ത് ചെയ്യുന്നു? അടുത്ത നോക്കിയേ. US-ൽ അവസാനിക്കുന്ന ഒരു വാക്കാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ US മാറ്റിയിട്ട് എന്തിട്ട് കൊടുത്താൽ മതി? I ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും അതെന്തായിട്ട് മാറുന്നു കുട്ടികളെ? പ്ലൂറലായിട്ട് മാറുന്നു. US-ൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ US മാറ്റിയിട്ട് എന്തിട്ട് കൊടുക്കുക? I ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും അത് പ്ലൂറലായിട്ട് മാറുന്നു. നോക്കിയേ. അലൂമിനസ്. US മാറ്റിയിട്ട് അലൂമിനൈ. അലൂമിനസ്, അലൂമിനൈ, അലൂമിനസ്, അലൂമിനൈ. ഫോക്കസ് ആണെങ്കിലോ? ഫോസി. ഫംഗസ് ആണെങ്കിലോ? എന്ത് ചെയ്യും? ഫംഗി, ഫംഗസ്, ഫംഗി. ഇങ്ങനെ പോകുന്നു. റേഡിയസ്, റേഡിയൈ, റേഡിയസ്, റേഡിയൈ. ചോദിച്ചുള്ള വാക്കുകളാണ്. ഓക്കെ. അപ്പൊ US-ൽ അവസാനിക്കുന്ന വാക്കുകള് പ്ലൂറലാക്കാൻ പറഞ്ഞാൽ US മാറ്റിയിട്ട് എന്തിട്ട് കൊടുക്കുക? I ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും വാക്ക് പ്ലൂറലായി മാറുന്നു. എങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ. IS-ൽ അവസാനിക്കുന്ന ഒരു വാക്കാണെങ്കിൽ അതിനെ പ്ലൂറലാക്കാൻ പറഞ്ഞാൽ IS മാറ്റിയിട്ട് ES ഇട്ട് കൊടുക്കുക. എന്ത് ചെയ്യും? തന്നിരിക്കുന്ന വാക്ക് IS-ൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ IS മാറ്റിയിട്ട് എന്തിട്ട് കൊടുത്താൽ മതി? ES ആക്കിയാൽ മതി. അപ്പോഴേക്കും അതെന്തായിട്ട് മാറുന്നു കുട്ടികളെ? പ്ലൂറലായിട്ട് മാറുന്നു. ഓക്കെ. അങ്ങനെയാണ് നോക്കിയേ. ആക്സിസ് എന്തായിട്ട് മാറുന്നു? IS-ൽ അവസാനിക്കുന്ന I മാറ്റിയിട്ട് ES ആക്കി. എന്ത്? ആക്സസ്. അതേപോലെ ബേസിസ്, ബേസസ്. എന്ത് അതേപോലെ ഏത് വന്നിരിക്കുന്നു? ഹൈപ്പോത്തിസിസ്. അടുത്ത വാക്കാണ് ഹൈപ്പോത്തിസിസ്. ഏത് വരുന്നൂടെ? ഹൈപ്പോത്തിസിസ്, ഹൈപ്പോത്തിസിസ് വരുന്നു. ഓക്കെ. അപ്പൊ തന്നിരിക്കുന്ന വാക്കുകൾ IS-ൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ IS മാറ്റിയിട്ട് എന്തിട്ട് കൊടുത്താൽ മതി? ES ആക്കിയാൽ മതി. അപ്പോഴേക്കും അതെന്തായിട്ട് മാറുന്നു? പ്ലൂറലായിട്ട് മാറുന്നു. നമ്മൾ പറഞ്ഞ ഒരു ചെറിയ ബേസ് ഐഡിയാസ് എന്ന് പറഞ്ഞു നോക്കിയേ. UM-ൽ അവസാനിക്കുന്ന വാക്ക് UM മാറ്റി A ആക്കുക. ഇനി അതേപോലെ US-ൽ അവസാനിക്കുന്ന വാക്ക് US മാറ്റി I ആക്കുക. അതുപോലെ
ഇ എസിൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ ഇ എസ് ആക്കുമ്പോഴേക്കും പ്ലൂറലാകുന്നു. ഇനി നിങ്ങൾ പഠിക്കുക, ഹൈഫണുള്ള വാക്കുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ അവയുടെ പ്ലൂറൽ പറയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, ആദ്യ വാക്കിനോടൊപ്പം എസ് ചേർത്തങ്ങ് പറയുക. ആദ്യ വാക്കിനോടൊപ്പം എസ് ചേർത്ത് പറഞ്ഞാൽ അത് പ്ലൂറലായിട്ട് മാറും. നിങ്ങൾ എന്നൊന്ന് പറഞ്ഞു നോക്കിയേ, ഫാദർ ഇൻ ലോ ഇങ്ങനെ പ്ലൂറലാക്കാം, ഫാദേഴ്സ് ഇൻ ലോ. മദർ ഇൻ ലോ ആണെങ്കിലോ മദേഴ്സ് ഇൻ ലോ. സിസ്റ്റർ ഇൻ ലോ ആണെങ്കിലോ സിസ്റ്റേഴ്സ് ഇൻ ലോ. സൺ ഇൻ ലോ ആണെങ്കിലോ സൺസ് ഇൻ ലോ. ബ്രദർ ഇൻ ലോ ആണെങ്കിലോ ബ്രദേഴ്സ് ഇൻ ലോ എന്ത് ചെയ്യും. അതുപോലെ ഡോട്ടർ ഇൻ ലോ ആണെങ്കിലോ ഡോട്ടേഴ്സ് ഇൻ ലോ. കമാൻഡർ ഇൻ ചീഫ് ആണെങ്കിലോ കമാൻഡേഴ്സ് ഇൻ ചീഫ്. അറ്റോർണി ജനറൽ ആണെങ്കിലോ അറ്റോർണീസ് ജനറൽ. കോർട്ട് മാർഷൽ ആണെങ്കിലോ കോർട്ട്സ് മാർഷൽ അവിടെ ഉത്തരമായിട്ട് വരുന്നു. മറക്കരുത്. അപ്പം നമ്മൾ പറഞ്ഞത് 4 ഐഡിയാസ് ഞാൻ പറഞ്ഞു തന്നു. യു എമ്മിൽ അവസാനിക്കുന്നത് യു എം മാറ്റി എ ആക്കുക, യു എസിൽ അവസാനിക്കുന്നത് എന്താക്കുക, യു എസ് മാറ്റി ഐ ഇടുക, ഐ എസിൽ അവസാനിക്കുന്നത് ഇ എസ് ആക്കുക. ഹൈഫണുള്ള വാക്കുകളാണെങ്കിൽ ആദ്യ വാക്കിനോടൊപ്പം എസ് ചേർത്ത് പറയുക. ഓക്കെ, ഇപ്പൊ തന്നെ ഏകദേശം സിംഗുലാർ പ്ലൂറൽ അങ്ങ് തീരും. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, 1-2 കുറച്ച് വാക്കുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള കുറച്ച് വാക്കുകളാണ്. എൽവ് എന്നതിന്റെ പ്ലൂറൽ ആണെന്ന് ചോദിച്ചാൽ എൽവ്സ്. തീഫ് ആണെങ്കിൽ തീവ്സ്, വൈഫ് ആണെങ്കിൽ വൈഫ്സ്, ഷെൽഫ് ആണെങ്കിൽ ഷെൽഫ്സ്. VES ആണ് കേട്ടോ വരുന്നത്. ഇതിലെല്ലാം ഞാൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം VES പ്ലൂറലായിട്ട് എഴുതുന്ന വാക്കുകളാണ്. ഓക്കെ, അപ്പൊ എൽവ് ആണെങ്കിൽ എൽവ്സ്. ഇനി ഫോർമുല ആണെങ്കിലോ ഫോർമുലേ എന്ന് പറയും കേട്ടോ. ഫോർമുലേ. അതേപോലെ ഗ്രാഫിറ്റോ ആണെങ്കിലോ ഗ്രാഫിറ്റി. അതേപോലെ ഹൂഫ് ആണെങ്കിലോ ഹൂഫ്സ്. ലാർവേ ആണെങ്കിലോ ലാർവേ എന്ന് കിട്ടുന്നുണ്ട്. ലാർവേ. അതേപോലെ മെനു ആണെങ്കിലോ എന്ത് ചെയ്യുന്നൂടെ, മെനു അല്ല ഇത് വേണ്ട നോക്കിയേ. അതേപോലെ ക്യുസ് ആണെങ്കിലോ ക്യുസസ്. അതേപോലെ ടൂത്ത് ആണെങ്കിലോ ടീത്ത്. ഓക്കെ, മെനു എന്ത് ചെയ്യുന്നൂടെ, മെനൂസ് എന്നാണ് പറയുന്നത് കേട്ടോ. മെനു എന്ത് ചെയ്യുന്നൂടെ, മൈസ് എന്നല്ല മെനൂസ് എന്നാണ്. ഓക്കെ, പറഞ്ഞു നോക്കിയേ. എൽവ് ആണെങ്കിൽ എൽവ്സ്. അതേപോലെ ഫോർമുലൈ. അതുപോലെ ഗ്രാഫിറ്റി. അതുപോലെ ഹൂഫ്സ്. ലാർവൈ. അതേപോലെ ക്യുസസ്. അതുപോലെ ടീത്ത്. ഓക്കെ, അടുത്ത് നോക്കിയേ എന്ത് ചെയ്യുന്നൂടെ ചോദ്യം. അടുത്തൊരു ചോദ്യം നോക്കിയേ കുട്ടികളെ. സുജ ഡാഷ് ഹെർ ന്യൂ സാരി ഫോർ ദ ഫംഗ്ഷൻ. ഓപ്ഷനിലായിട്ട് പുട്ട് ഓൺ ഉണ്ട്, അതുപോലെ സെറ്റ് ഔട്ട് ഉണ്ട്, അതുപോലെ ഏതുണ്ട്, കം എക്രോസ് ഉണ്ട്, അതുപോലെ ടേൺ ഓൺ ഉണ്ട്. ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഏത് ഉത്തരം ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയേ. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. എങ്ങനെയായിരുന്നു? പുട്ട് ഓൺ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. പുട്ട് ഓൺ മീൻസ് ടു എയർ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. പുട്ട് ഓൺ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. എന്നാ പുട്ട് എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? പുട്ട് എബൌട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞു നോക്കിയേ. പുട്ട് എബൌട്ട് എന്ന് പറഞ്ഞാൽ പബ്ലിഷ് എന്നാണ് അർത്ഥം കേട്ടോ. പുട്ട് എബൌട്ട് മീൻസ് പബ്ലിഷ് ചെയ്യുക എന്നാണ്. എന്നാ പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ്. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് കേട്ടോ. ഇനി അതേപോലെ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കുട്ടികളെ മീനിങ്? പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക എന്നാണ് കേട്ടോ. പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക. പിന്നെ പുട്ട് ഓഫ് എന്ന് പറഞ്ഞാലോ? പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. പുട്ട് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. പുട്ട് ബൈ എന്ന് പറഞ്ഞ ഒന്നുണ്ടേ. പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ സേവ് എന്നാണ് കേട്ടോ. പുട്ട് ബൈ മീൻസ് സേവ് എന്നാണ്. പുട്ട് ബൈ മീൻസ് സേവ്. അതേപോലെ പുട്ട് എസൈഡ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് അർത്ഥം? പുട്ട് എസൈഡ് എന്ന് പറഞ്ഞാലും സേവ് എന്ന് തന്നെയാണ് അർത്ഥം കേട്ടോ. പുട്ട് എസൈഡ് എന്ന് പറഞ്ഞാലും സേവ് എന്നാണ്. എന്നാ പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടിയുടെ മീനിങ്? പുട്ട് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യുന്നൂടെ? പുട്ട് ഇൻസൈഡ് അല്ലെങ്കിൽ ഒന്നിനുള്ളിലേക്ക് ഒന്നിലേക്ക് നിക്ഷേപിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ്. പുട്ട് ഇൻ മീൻസ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ്. ഓക്കെ, അതുപോലെ കം അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനി? കം അറ്റ് എന്ന് പറഞ്ഞാൽ റീച്ച് എന്നാണ് കേട്ടോ. റീച്ച് എന്നാണ്. ഓക്കെ, അതുപോലെ കം എക്രോസ് എന്ന് പറഞ്ഞാലോ കുട്ടികളെ? കം എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് ബൈ ചാൻസ് എന്നാണ് കേട്ടോ. കം എക്രോസ് മീറ്റ് ബൈ ചാൻസ് എന്നാണ്. ഓക്കെ, ഇനി അതേപോലെ കം ആഫ്റ്റർ എന്ന് പറഞ്ഞാലോ കുട്ടികളെ? കം ആഫ്റ്റർ മീൻസ് ഫോളോ എന്നാണ് കേട്ടോ. കം ആഫ്റ്റർ മീൻസ് ഫോളോ എന്നാണ്. കം ആഫ്റ്റർ മീൻസ് ഫോളോ. ഓക്കെ, കം എബൌട്ട് എന്ന് പറഞ്ഞാലോ കുട്ടികളെ? കം എബൌട്ട് മീൻസ് ഹാപ്പൻ എന്നാണ് കേട്ടോ. ടു ഹാപ്പൻ. കം എബൌട്ട് മീൻസ്
ഹാപ്പൻ ഇത് ചെയ്യുന്നു സംഭവിക്കുക എന്നാണ്. എന്നാൽ കം എപ്പാർട്ട് എന്ന് പറഞ്ഞ അർത്ഥം പറ കുട്ടികളെ. കം എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എന്നാണ് കേട്ടോ. കം എപ്പാർട്ട് മീൻസ് സെപ്പറേറ്റ് എന്നാണ് കേട്ടോ. കം ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മിനി? കം ഇൻ എന്ന് പറഞ്ഞാൽ കം ഇൻസൈഡ് എന്നാണ് കേട്ടോ. കം ഇൻ മീൻസ് കം ഇൻസൈഡ്. കം ഔട്ട് എന്ന് പറഞ്ഞ അർത്ഥം പറ കുട്ടികളെ. കം ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങി വരിക, അല്ലെങ്കിൽ ഫെയ്ഡ് എന്ന് അർത്ഥമുണ്ട്. കം ഔട്ട് എക്സിറ്റ് അല്ലെങ്കിൽ ഫെയ്ഡ് എന്ന അർത്ഥത്തിൽ പറയും. കം ഔട്ട് എക്സിറ്റ് അല്ലെങ്കിൽ ഫെയ്ഡ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി അതേപോലെ കം ടു എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞിട്ടില്ലേ. കം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കം ടു എന്ന് പറഞ്ഞാലും റീച്ച് എന്നാണ് കേട്ടോ. കം ടു മീൻസ് റീച്ച്. എന്നാൽ കം അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? കം അപ്പ് എന്ന് പറഞ്ഞാൽ അസെൻഡ്. അതേപോലെ കം ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? കം ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിസെൻഡ്. കം ഡൗൺ ഡിസെൻഡ് എന്നാണ് കേട്ടോ. കം ഡൗൺ ഡിസെൻഡ് എന്നാണ്. കം ഡൗൺ ഡിസെൻഡ്. ഓക്കെ, മറക്കരുത്. അതേപോലെ സെറ്റ് എബൌട്ട് എന്ന് പറഞ്ഞുണ്ട്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ സെറ്റ് ഔട്ട്, സെറ്റ് ഓഫ്, സെറ്റ് ഔട്ട്, അതുപോലെ സെറ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്റ്റാർട്ട് എ ജേണി എന്നാണ് കേട്ടോ. സെറ്റ് ഔട്ട്, സെറ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ ജേണി എന്നാണ്. സെറ്റ് എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? സെറ്റ് എബൌട്ട് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് എന്നാണ് കേട്ടോ. സെറ്റ് എബൌട്ട് മീൻസ് അറ്റാക്ക് എന്നാണ് കേട്ടോ. സെറ്റ് എബൌട്ട് അറ്റാക്ക്. അതുപോലെ എന്ത് ചെയ്യുന്നു വരുന്ന വാക്കാണ് ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്യുക കേട്ടോ. ടേൺ ഓൺ മീൻസ് ടു സ്വിച്ച് ഓൺ എന്നാണ്. ടേൺ ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ എന്നാണ്. ഇനി അതേപോലെ വരുന്ന വാക്കാണ് കമ്മറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? സാധനം കമ്മല്ല. കാളറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മിനി? കാളറ്റ് എന്ന് പറഞ്ഞാൽ കാളറ്റ് വിസിറ്റ് പ്ലേസ് എന്നാണ് കേട്ടോ. വിസിറ്റ് പ്ലേസ്. എന്നാൽ കാൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മിനി? കാൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ എന്നാണ് കേട്ടോ. കാൾ ഓൺ മീൻസ് വിസിറ്റ് എ പേഴ്സൺ എന്നാണ്. ഓക്കെ, അതേപോലെ അടുത്തതാണ് കാൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടേ? കാൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക എന്നാണ് കേട്ടോ. കാൾ ഓഫ് മീൻസ് ക്യാൻസൽ ചെയ്യുക എന്നാണ് കേട്ടോ. അതുപോലെ കാൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടേ? ടു ക്രൈ അല്ലെങ്കിൽ സ്ക്രീമിങ് എന്ന് പറയും കേട്ടോ. കാൾ ഔട്ട്, ടു ക്രൈ അല്ലെങ്കിൽ സ്ക്രീം എന്ന് പറയാറുണ്ട്. അതുപോലെ കാൾ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ കാൾ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ കാൾ ഫോർവേഡ് മീൻസ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പറയുമ്പോൾ ടു ഡൈവേർട്ട് എന്നാണ്. കാൾ ഫോർവേഡ് മീൻസ് ടു ഡൈവേർട്ട് എന്നാണ്. കാൾ ഫോർവേഡ് ടു ഡൈവേർട്ട് എന്നാണ് കേട്ടോ. ഓക്കെ, അതുപോലെ വരുന്ന വാക്കാണ് എന്ത് ചെയ്യുന്നൂടെ? കാൾ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? കാൾ ഓവർ റീഡ് എലൗഡ് എന്നാണ് കേട്ടോ. കാൾ ഓവർ മീൻസ് റീഡ് എലൗഡ് എന്നാണ് കേട്ടോ. കാൾ ഓവർ റീഡ് എലൗഡ് എന്നാണ്. ഓക്കെ, ഇനി അതേപോലെ ബ്ലോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ബ്ലോ അപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലോ അപ്പ് മീൻസ് എന്ത് ചെയ്യും? എക്സ്പ്ലോഡ് ചെയ്യുക എന്നാണ് കേട്ടോ. ബ്ലോ അപ്പ് മീൻസ് എക്സ്പ്ലോഡ് ചെയ്യുക, പൊട്ടിത്തെറിക്കുക എന്നാണ് കേട്ടോ. ഇനി ബ്ലോ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മീനിങ്? ബ്ലോ ഔട്ട് എന്ന് പറഞ്ഞാൽ ബ്ലോ ഔട്ട് മീൻസ് എക്സ്റ്റിങ്ക്വിഷ് എന്നാണ് കേട്ടോ. തീ കെടുത്തുക എന്നാണ് കേട്ടോ. ബ്ലോ ഔട്ട് മീൻസ് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക, തീ കെടുത്തുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് വരുന്നതാണ് ബ്രേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ബ്രേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് ചെയ്യുക എന്നാണ് കേട്ടോ. ബ്രേക്ക് ഇൻ മീൻസ് ഇന്ററപ്റ്റ് ചെയ്യുക എന്നാണ് കേട്ടോ. ഓക്കെ, അതേപോലെ ബ്രേക്ക് ഓഫ് എന്ന് പറഞ്ഞ അർത്ഥം പറ കുട്ടികളെ. ബ്രേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് കേട്ടോ. ബ്രേക്ക് ഓഫ് സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് കേട്ടോ. അതുപോലെ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ അർത്ഥം പറ കുട്ടികളെ. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ മീൻസും സ്റ്റോപ്പ് എന്നാണ് അർത്ഥം കേട്ടോ. ബ്രേക്ക് ഡൗൺ സ്റ്റോപ്പ് എന്നാണ് കേട്ടോ. ഇനി ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ബ്രേക്ക് ഇൻ ടു മീൻസ് എൻ്റർ ബൈ ഫോഴ്സ് എന്നാണ് കേട്ടോ. ബ്രേക്ക് ഇൻ ടു മീൻസ് എൻ്റർ ബൈ ഫോഴ്സ് എന്നാണ്. ബ്രേക്ക് ഇൻ ടു എൻ്റർ ബൈ ഫോഴ്സ് എന്നാണ് കേട്ടോ. ഓക്കെ, മേക്ക് ഔട്ട് എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞിട്ടില്ല. മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ് എന്നാണ് കേട്ടോ. മേക്ക് ഔട്ട് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ് കേട്ടോ. മേക്ക് ഔട്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ്. മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്. മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? മേക്ക് ഓവർ മീൻസ് സഡൻ ചേഞ്ച് എന്നാണ് കേട്ടോ. സഡൻ ചേഞ്ച്, മാറ്റങ്ങൾ എന്നാണ്, മാറ്റം എന്നാണ് കേട്ടോ. അപ്പോൾ ഫ്രൈസൽ വെർബ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് ചെയ്യുന്നൂടെ നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ വന്ന ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? പുട്ട് ഓൺ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇങ്ങനെയാണ്: ഷി വാസ് കറക്റ്റിംഗ് അവർ പേപ്പേഴ്സ്. ഓക്കെ, ഷി വാസ് കറക്റ്റിംഗ് അവർ പേപ്പേഴ്സ്. അപ്പോൾ ഇതിനെ എന്തിലോട്ട് മാറ്റാണ്? പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ്. അപ്പോൾ ഓപ്ഷൻസ് എല്ലാം പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാൻ കുട്ടികളെ? ഒന്ന് ഓപ്ഷൻസ് വായിച്ചിട്ടൊന്ന് ഉത്തരം പറഞ്ഞു നോക്കിയേ. അവർ പേപ്പേഴ്സ് വെയർ ബീയിങ് കറക്റ്റഡ് ബൈ ഹെർ ഓപ്ഷനിലുണ്ട്. അവർ പേപ്പേഴ്സ് വാസ് ബീയിങ് കറക്റ്റഡ് ബൈ ഹെർ ഓപ്ഷനിലുണ്ട്. അതുപോലെ അവർ പേപ്പേഴ്സ് വാസ് കറക്റ്റഡ് ബൈ ഹെർ ഓപ്ഷനിലുണ്ട്. അതുപോലെ അവർ പേപ്പേഴ്സ് വെയർ കറക്റ്റഡ് ബൈ ഹെർ ഓപ്ഷനിലുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയേ എങ്ങനെ വരുന്നു. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് വാസ്,
എന്ത് ചെയ്യും? വാസ് വന്നിരിക്കുന്നു. വാസ് ഓക്സിലറി ആണ്. കറക്റ്റിംഗ് എന്ന് പറയുന്ന വേർബാണ്. അവർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ് ഇല്ലേ? അപ്പൊ എല്ലാം അവർ പേപ്പേഴ്സിൽ തുടങ്ങിയിരിക്കുന്നു. അവർ പേപ്പേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് വാസിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? വേർ എഴുതുന്നു. വാസ് ഈസ് ആമ ആറ് വാസ് വേർ വരുന്ന സെൻസ് എന്ത് നോക്കണം? ബീയിങ് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ വരുന്നു? അവർ പേപ്പേഴ്സ് വെയർ ബീയിങ്. വെയർ ബീയിങ് വരുന്ന ഓപ്ഷൻ ഏതാണ് കുട്ടികളെ? എ ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പാസീവ് വോയിസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് വരുന്നെങ്കിൽ എങ്ങനെ ഉത്തരങ്ങൾ എഴുതാൻ നോക്കിയേ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന ചോദ്യത്തില് നോക്കുക, ഈസ് ആം ആറ് ഏതൊക്കെ ഓക്സിലറി ആണ് കുട്ടികളെ? ഈസ് ആം ആറ്, അതുപോലെ വാസ് വെയർ വന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്ജക്റ്റ് പ്ലസ് ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3 ഉത്തരമായിട്ട് എഴുതണം. എന്ത് ചെയ്യുന്നോടെ? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി. ഈസ് ആം ആർ വാസ് വെയർ വരുന്ന സെന്റൻസുകളിൽ ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആ തന്നിരിക്കുന്ന ഓക്സിലറിയുടെ ഒബ്ജക്റ്റിനനുസരിച്ച് ആ ഓക്സിലറി എഴുതിയിട്ടുണ്ടായിരിക്കും. അതിന്റെ ബീയിങ് പ്ലസ് V3 വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ചോദ്യത്തില് ഹാസ്, അതുപോലെ ഹാവ്, അതുപോലെ ഹാഡ് വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ, ഹാസ് ഹാവ് ഹാഡ് വരുന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾ അതിന്റെ പാസീവ് എഴുതുമ്പോഴത്തേക്കും ഒബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ബീൻ പ്ലസ് V3 എഴുതുക. എന്തെഴുതുക? ബീൻ പ്ലസ് V3 എഴുതുക. എന്തെഴുതുക? ബീൻ പ്ലസ് V3 എഴുതുക. ഓക്കെ, ഇതിൽ ഏതാണോ ഓക്സിലറി എന്നിരിക്കുന്നത് ഒബ്ജക്റ്റിനനുസരിച്ച് ആ ഓക്സിലറി നിലനിർത്തിയിട്ട് ബീൻ പ്ലസ് V3 ആണ് പാസീവിൽ നമ്മൾ എഴുതേണ്ടത്. അടുത്തത് നോക്ക്, മൊഡാൽ ഓക്സിലറി വെർബുകൾ വരുന്ന സെന്റൻസുകളാണെങ്കിൽ, മൊഡാൽ ഓക്സിലറി എന്ന് പറഞ്ഞാൽ വില്ല് മുതൽ ഓട്ടിട്ട് വരെ വരുന്ന ഓക്സിലറി വരുന്ന സെന്റൻസ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പം ഒബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് എഴുതുക. ആ കിടക്കുന്ന മൊഡാൽ ഓക്സിലറി ഏതാണോ അത് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. കാരണം മൊഡാൽ ഓക്സിലറി എല്ലാം സിംഗുലാറുമാണ്, പ്ലൂറലുമാണ്. എഴുതുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കുക? ബി പ്ലസ് V3 എഴുതുക. എന്ത് എഴുതണം കുട്ടികളെ? ബി പ്ലസ് V3 എഴുതണം. ഓർമ്മയിലിരിക്കുക, പാസീവ് വോയിസ് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. ഈസ് ആം ആർ വാസ് വെയർ വരുന്ന സെന്റൻസുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് പറയുമ്പം ഒബ്ജക്റ്റ് എഴുതുക, തന്നിരിക്കുന്ന ഓക്സിലറി ഒബ്ജക്റ്റിനനുസരിച്ച് എടുത്തെഴുതിയതിനു ശേഷം ആ കിടക്കുന്ന ഓക്സിലറി എടുത്തെഴുതിയതിനു ശേഷം ബീയിങ് പ്ലസ് V3 എഴുതി കൊടുക്കുക. എന്ത് എഴുതി കൊടുക്കുക? ബീയിങ് പ്ലസ് V3 എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത് തന്നിരിക്കുന്ന ചോദ്യത്തില് ഹാസ് ഹാവ് ഹാഡ് വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് നോക്കുക? എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റ് എടുത്തെഴുതുക, ഓക്സിലറി എന്ത് ചെയ്യുന്നോട് എടുത്തെഴുതി ബീൻ പ്ലസ് V3 എഴുതുക. മൊഡാൽ ഓക്സിലറി വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? വില്ല് മുതൽ ഓട്ടിട്ട് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും ആണ് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് നോക്കണം? ഒബ്ജക്റ്റ് എഴുതി ഓക്സിലറി എഴുതിയതിനു ശേഷം ബി പ്ലസ് V3 ഉത്തരമായിട്ട് പാസീവില് എഴുതാം. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലുള്ള ഓക്സിലറി ഇല്ല, വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്, അതായത് സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോഴത്തേക്കും ഒബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് എഴുതുക പ്ലസ് V3 എഴുതുക. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് V3. ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെ ഉണ്ടായി ഇങ്ങനെ പഠിച്ചാൽ മതി. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ, ഈസ് ആം ആർ പ്ലസ് V3, ഈസ് ആം ആർ പ്ലസ് V3. എങ്ങനെ പഠിക്കുക? V1 എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡുവോ ഡസോ വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഒബ്ജക്റ്റ് എഴുതുക, എന്നിട്ട് ഈസ് ആം ആർ ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി എടുത്ത് എഴുതുക. കാരണം ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഇതിലൊരു ഓക്സിലറി എഴുതുക. ഡു ഡസ് നമ്മൾ പാസീവ് വോയിസിൽ ഓക്സിലറി ആയിട്ട് എടുക്കില്ല. എന്നിട്ട് വെർബിന്റെ V3 എഴുതുക. ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഈസ് എഴുതുക, ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ എഴുതുക, ഒബ്ജക്റ്റ് ആയി വന്നാൽ ആം എഴുതുക. ഇനി ലാസ്റ്റത്തെ പാസീവ് വോയിസിന്റെ ലാസ്റ്റത്തെ റൂളാണ് വെർബ് V2 വരാം, അല്ല എങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ, വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് എടുത്ത് എഴുതുക, അത് കഴിഞ്ഞിട്ട് വാസ് അല്ലെങ്കിൽ വെയർ ഇതിലൊരു ഓക്സിലറി എടുത്ത് എഴുതിയതിനു ശേഷം വെർബ് V3 എഴുതുക. വാസ് ഓർ വെയർ കഴിഞ്ഞിട്ട് വെർബ് V3 എഴുതുക. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 എന്ന് ഉത്തരം എഴുതുക. ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഏതെഴുതുക? വാസ് പ്ലസ് V3. ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ
വെയർ പ്ലസ് V3 അവിടെ ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ, പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പാസീവ് വോയിസ് എല്ലാ സെനൻസുകളും കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അടുത്ത നോക്കിയേ, അടുത്ത ചോദ്യം. എ ബ്രിഡ്ജ് വാസ് ബീയിങ് ബിൽറ്റ് ബൈ ദം. നോക്ക, ബൈ ദം വരുന്നുണ്ട്, അതൊരു പാസീവ് വോയിസ് സെന്റൻസ് ആണ്. അപ്പൊ ഇതിനെ എന്തിലോട്ട് മാറ്റാണ്? ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റാനാണ് പറയുന്നത്. അതായത് ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റുക. നമുക്ക് നേരത്തെ വന്നത് ആക്റ്റീവിനെ പാസീവിലോട്ട് മാറ്റാൻ. ഇവിടെ പാസീവ് ഓൾറെഡി തന്നിട്ടുണ്ട്, അതിന് എന്തിലോട്ട് മാറ്റണം? ആക്റ്റീവിലോട്ട് മാറ്റണം. അപ്പൊ നമ്മൾ എങ്ങനെ മാറ്റാം? ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ. ദേ വെയർ ബിൽഡിംഗ് എ ബ്രിഡ്ജ് ഓപ്ഷനിലുണ്ട്. ദേ ആർ ബിൽഡിംഗ് എ ബ്രിഡ്ജ് ഓപ്ഷനിലുണ്ട്. അതുപോലെ ദേ ഹാഡ് ബിൽറ്റ് എ ബ്രിഡ്ജ് ഓപ്ഷനിലുണ്ട്. നാലാമത്തെ ഓപ്ഷൻ ദേ വാസ് ബിൽഡിംഗ് എ ബ്രിഡ്ജ് ഓപ്ഷനിൽ ഉണ്ട്. ഇതിൽ ഏതാണെന്നൊന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. നോക്കിയേ, നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ ഒബ്ജക്റ്റ് നോക്കുക. പാസീവ് വോയിസ് ആകുമ്പം ഈ ആദ്യം കിടക്കുന്ന വാക്ക് ഒബ്ജക്റ്റ് ആണ്, വാസ് ഓക്സിലറി ആണ്, പിന്നെ ബീയിങ് നമ്മളെ പാസീവ് വോയിസിൽ എഴുതുന്ന വാക്കാണ്, ബിൽറ്റ് എന്ന് പറയുന്നത് വെർബാണ്, അതുപോലെ ദം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. അപ്പൊ ആദ്യം സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് ഏതാണ്ട് ദമ്മ് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് പോകുമ്പോൾ ദേ ആയിട്ട് മാറും. ഇനി ദേ പ്ലൂറലില്ലേ, വാസ് വരുന്നോണ്ട് സെനൻസ് പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ വാസ് വേറിൽ ഏത് എഴുതാം? വാസ് അല്ല വെയർ അവിടെ ഉത്തരം വെയർ എഴുതുക. ദേ വെയർ. ഇനി അത് കഴിഞ്ഞിട്ട് ING എഴുതുക. ബിൽഡിന്റെ മൂന്നാമത്തെ രൂപം ഏതാണ്ട്? ദേ വെയർ ബിൽഡിംഗ് എ ബ്രിഡ്ജ്. ദേ വെയർ ബിൽഡിംഗ് എ ബ്രിഡ്ജ് എന്ന എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. സംശയം ഉണ്ടെങ്കിൽ ആ ചോദ്യം ഒന്ന് എന്ത് ചെയ്യുന്നോടെ അതിന്റെ പാസീവ് വോയിസ് ഒന്ന് എഴുതി നോക്കിയാൽ മതി. എ ബ്രിഡ്ജ് ഓപ്ഷനിൽ എന്ത് ചെയ്യുന്നോടെ പാസീവില് ഒബ്ജക്റ്റ് ആണ്, എ ബ്രിഡ്ജ് നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതാൻ പറഞ്ഞു? ഈസ് വാസ് വെയർ ഒക്കെ വരുന്ന സെൻസിലാണെങ്കിൽ ഓക്സിലറി എഴുതിയ ശേഷം ബീയിങ് ചേർക്കുക. ഓക്സിലറി വെയർ ആണ്, എ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വാസ് എഴുതി. വാസ് ബീയിങ് ബിൽഡിന്റെ മൂന്നാമത്തെ രൂപമാണ് എന്ത് ചെയ്യുന്നൂടെ ബിൽറ്റ് ബൈ ദം. അങ്ങനെ നമുക്ക് ഉത്തരമായിട്ട് വരാം. ഓക്കെ, അപ്പം അങ്ങനെ എഴുതി നോക്കിയാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് നമുക്കത് ശരിയാണെന്ന് നന്നായിട്ട് ഉറപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ശരിയായല്ലോ, എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. പ്രദീപ് സെയ്സ് ഐ ആം ഗോയിങ് എബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്. കണ്ടല്ലോ, തന്നിരിക്കുന്ന സെന്റൻസിന്റെ റിപ്പോർട്ട് ചെയ്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓപ്ഷൻ വായിച്ചു നോക്കിയിട്ട് ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിയേ. പ്രദീപ് said that he was going abroad for higher studies. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ആണെങ്കിലോ പ്രദീപ് said that he is going abroad for higher studies. ബി ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ ആണെങ്കിലോ പ്രദീപ് says that he would go abroad for higher studies. ഡി ഓപ്ഷൻ ആണെങ്കിലോ പ്രദീപ് says that he is going abroad for higher studies. ഏതാണ് കുട്ടികളെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്? ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താണ് കുട്ടികളെ? കാരണം സെയ്സ് വരുന്ന സെന്റൻസുകളുടെ പ്രത്യേകതയാണ്. ഏതൊക്കെ വാക്കുകൾ പഠിച്ചു? സേ അല്ലെങ്കിൽ സെയ്സ്. അതുപോലെ വരുന്ന വാക്കാണ് ടെൽ അല്ലെങ്കിൽ ടെൽസ്. അതുപോലെ വരുന്ന വാക്കാണ് ഹാസ് സെഡ് അല്ലെങ്കിൽ വിൽ സേ. ഇതിലേതെങ്കിലും ഒരു വാക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ, അതായത് റിപ്പോർട്ടിംഗ് വെർബായി വന്നിരിക്കുന്നതെങ്കിൽ, ഇവയുടെ പാസീവ് വോയിസ് അല്ലെങ്കിൽ ഇവയുടെ റിപ്പോർട്ട് ചെയ്ത് എഴുതുമ്പോൾ, ഇത്തരം സെൻസുകൾ റിപ്പോർട്ട് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം കുട്ടികളെ? സബ്ജക്റ്റ് മാത്രം മാറ്റുക. എന്ത് മാറ്റണ്ട? ടെൻസ് മാറ്റണ്ട. ടെൻസ് മാറ്റമില്ലാതെ റിപ്പോർട്ട് ചെയ്യുക. ഏതൊക്കെ വാക്കുകളാണ്? സേ ഓർ സെയ്സ്, ടെൽ ഓർ ടെൽസ്, ഹാസ് സെഡ് അല്ലെങ്കിൽ വിൽ സേ വരുന്ന സെന്റൻസുകളിൽ സബ്ജക്റ്റ് മാത്രം മാറ്റി ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യുക. സബ്ജക്റ്റിന് മാറ്റമുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, ഇവിടെ നോക്കിയാണ്ടേ സെയ്സ് വരുന്ന സെൻസ് സബ്ജക്റ്റ് ഐ ആണ് വരുന്നത്. I, V ആണ് വരുന്നതെങ്കിൽ സെഡിന്റെ അല്ലെങ്കിൽ സേയുടെ മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് ആക്കുക. പ്രദീപിനനുസരിച്ച് അവിടെ ഹി ആയിട്ട് മാറി. ഇനി ഹിയോടൊപ്പം ആമ നിൽക്കില്ല, എന്ത് ചെയ്യുക? ഹിയോടൊപ്പം ആമ നിൽക്കില്ല, അയ്യോടൊപ്പം നിൽക്കുള്ളൂ. അതേ ടെൻസിൽ തന്നെ അയ്യോ ഹി ആയിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ ഹി ആവുമ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഏതായിരിക്കും? ഈസ് ആയിരിക്കും കേട്ടോ. ഈസ് ഈ നടുക്ക് ദാറ്റ് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ ഇടുന്നു? പ്രദീപ് സെയ്സ് ദാറ്റ് ഹി ഈസ് ഗോയിങ് എബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്. ഏത് വരുന്നോടെ? ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ ഹീസ് തന്നെ കിടക്കുന്നു, പക്ഷെ ഇവിടെ സെഡ് ദാറ്റ് എന്ന് വന്നിരിക്കുന്നു. അത് വരൂല, കാരണം സെയ്സ് ദാറ്റ് തന്നെ
പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രദീപ് സേസ് ദാറ്റ് ഹി ഈസ് ഗോയിങ് എബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്. അപ്പൊ നമ്മൾ പഠിക്കുക. ഓക്കെ, നീ റിപ്പോർട്ട് ചെയ്യുമ്പം സാധാരണ ഇങ്ങനെ അല്ലാതെ സാധാരണ വരുന്ന സെന്റൻസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റൂൾ അങ്ങനെ പഠിച്ചു കൂട്ടില്ല. റിപ്പോർട്ടിംഗ് റൂള് തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് നോക്കുക. ഓക്സിലറി വെർബ് പ്രസന്റ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പം ഓക്സിലറി വെർബ് പ്രസന്റ് ആണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി കൊടുക്കുക? ഓക്സിലറി വെർബിനെ പാസ്റ്റ് ആക്കി കൊടുക്കുക. ഓക്സിലറി എന്തായി കൊടുക്കണം? പാസ്റ്റ് ആക്കുക. സെഡ് വരുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈസ് ആമിന്റെ പാസ്റ്റ് ആണ് എന്ന് പറയുന്ന കൂട്ടല്ലേ. വാസ് ആറിന്റെ പാസ്റ്റ് ആണെങ്കിലാ വേറാക്കി കൊടുക്കുക. ഹാസ് ഹാവ് ആണെങ്കിലാ ഹാഡ് ആക്കി കൊടുക്കുക. ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ എഴുതുക. വില്ലാണെങ്കിൽ വുഡ് എഴുതുക. ഷാൾ ആണെങ്കിൽ ഷുഡ് എഴുതുക. ക്യാൻ ആണെങ്കിൽ കുഡ് എഴുതുക. മേ ആണെങ്കിൽ മൈറ്റ് എഴുതുക. മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു എഴുതുക. ഓക്കെ, ഇനി അതേപോലെ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് വാസ് അല്ലെങ്കിൽ വേറ് വരുന്ന ഒരു സെന്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നതെങ്കിൽ, വാസ് ഓർ വേറ് വരുന്ന സെന്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നതെങ്കിൽ ഈ വാസ് വേറിനെ എടുത്ത് കളഞ്ഞിട്ട് അനുസ്ഥാനത്ത് എന്തായി കൊടുക്കുക? ഹാഡ് ബീൻ എന്ന് എഴുതി കൊടുക്കുക. അപ്പോഴേക്കും ഇത് റിപ്പോർട്ടായി. വാസ് ഓർ വേറ് വരുന്ന സെന്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നതെങ്കിൽ വാസ് ഓർ വേറിനെ മാറ്റിയിട്ട് ഹാഡ് ബീൻ എഴുതുക. മൂന്നാമത്തെ റൂൾ പറഞ്ഞ് വെർബ് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ഒരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വെർബിന് എന്തായി കൊടുത്താൽ മതി? V2 ആക്കി കൊടുക്കുക. വെർബ് V2 ആക്കി കൊടുക്കുക. ലാസ്റ്റ് റൂള് വെർബ് V2 വരാം. അല്ല എങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണ് റിപ്പോർട്ട് ചെയ്യാൻ തരുന്നതെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പം ഹാഡ് പ്ലസ് V3 ആക്കുക. അപ്പൊ വാക്ഡ് ആണ് തരുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് വാക്ഡ് ആക്കി കൊടുക്കുക. ഓക്കെ, വാക്സ് ആണ് വരുന്നതെങ്കിൽ വാക്ഡ് ആക്കി കൊടുക്കുക. വാക്കാണെങ്കിലും വാക്ഡ് ആക്കി കൊടുക്കുക. അതേപോലെ ഡിഡ് വാക്കാണ് കിടക്കുന്നതെങ്കിലും ഹാഡ് വാക്ഡ് ആക്കി കൊടുക്കുക. ഡസ് വാക്ക് എന്നോ അതുപോലെ ഡു വാക്ക് വന്നാലും വാക്ഡ് ആക്കി കൊടുക്കുക. റിപ്പോർട്ടായി. മനസ്സിലായല്ലോ? അപ്പൊ ഒന്ന് പറഞ്ഞേ, റിപ്പോർട്ടിംഗ് റൂളാണ്. ഇതൊന്ന് എഴുതിയെടുത്ത് ഇതിന്ന് ഓപ്ഷനിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം സെഡ് വരുന്ന ചോദ്യമാണ്. സെഡ് വരുന്ന ചോദ്യങ്ങള് ഇതേപോലെ ഓക്സിലറി പ്രസന്റ് ആണെങ്കിൽ പാസ്റ്റ് വരുന്ന ഓപ്ഷന് ഉത്തരമായിട്ട് എഴുതുക. ഈസ് ആമാണെങ്കിൽ വാസാക്കുക. ആറാണെങ്കിൽ വേറാക്കുക. ഹാസ് ഹാവ് ആണെങ്കിൽ ഹാഡ് ആക്കുക. ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ എഴുതുക. വില്ലാണെങ്കിൽ ഉഡാക്കുക. ഷാളാണെങ്കിൽ ഷുഡാക്കുക. ക്യാൻ ആണെങ്കിൽ കുഡാക്കുക. മേ ആണെങ്കിൽ മൈറ്റ് ആക്കുക. മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആക്കുക. വാസ് ഓർ വേര് വരുന്ന സെൻസ് ആണെങ്കിൽ ഹാഡ് ബീൻ ആക്കി കൊടുക്കുക. V1 എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡുവോ ഡസോ വന്നു കഴിഞ്ഞാൽ V2 ആക്കി കൊടുക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെൻസ് ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കുക. ഓക്കെ ആണല്ലോ? റിപ്പോർട്ട് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടത് വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി കഴിയും. ഇവിടെ സേ ഓർ സേസ്, ടെൽ അല്ലെങ്കിൽ ടെൽസ്, ഹാസ് സെഡ് അല്ലെങ്കിൽ വിൽ സേ വരുന്ന സെന്റൻസുകളാണ് വരുന്നതാണെങ്കിൽ സബ്ജക്റ്റ് മാത്രം മാറ്റി ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യുക. ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നോക്കിയേ. ചോദ്യം ഇങ്ങനെയാണ്. സം ഡേയ്സ് ഡൈസ് ആർ മെയ്ഡ് ഡാഷ് ഹി ചെയ്യുന്നൂടെ ഡാഷ് ദായാണേ ഡാഷ് ദ ലീവ്സ് ഓഫ് ട്രീസ്. ഡാഷ് ദ ലീവ്സ് ഓഫ് ട്രീസ്. അപ്പോൾ സം ഡൈസ് ആർ മെയ്ഡ് ഡാഷ് ദ ലീവ്സ് ഓഫ് ട്രീസ്. ഓപ്ഷനിലായിട്ട് ഓഫ് ഉണ്ട്, ഫ്രം ഉണ്ട്, അതുപോലെ വിത്ത് ഉണ്ട്, ബൈ ഉണ്ട്. പറഞ്ഞു നോക്കിയ കുട്ടികളെ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏത് വരുന്നു? ഒന്ന് ഓപ്ഷൻ കമന്റ് ചെയ്തേ. മെയ്ഡ് ഫ്രം ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നൂടെ? മെയ്ഡ് ഫ്രം ആണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി കാരണം പറ കുട്ടികളെ മെയ്ഡ് ഫ്രം വരാനുള്ള. ഈ മെയ്ഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം മെയ്ഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം എന്തൊക്കെ ചേർത്ത് പറയാം? ഫ്രം ചേർത്ത് പറയാം. അതുപോലെ മെയ്ഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം എന്ത് ചെയ്യും? ഓഫ് ചേർത്ത് പറയാം. അതുപോലെ മെയ്ഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ഇന്ന് ചേർത്തിട്ടും പറയാം. പ്രത്യേകത പറ. മെയ്ഡ് ഫ്രം പറയുകയാണെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തു ഉണ്ടാകുകയും വസ്തു രൂപമാറ്റം വന്ന് പൂർണ്ണമായും രൂപമാറ്റം വന്നാണ് മറ്റൊരു വസ്തു ഉണ്ടാക്കുന്നതെങ്കിൽ മെയ്ഡ് ഫ്രം പറയണം. ഓക്കെ, വസ്തു രൂപമാറ്റം വരാതെ മറ്റൊരു വസ്തുവായി മാറിക്കഴിഞ്ഞാൽ മെയ്ഡ് ഓഫ് പറയണം. ഒരു രാജ്യത്ത് നിർമ്മിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് മെയ്ഡ് ഇന്നും പറയണം. ഓക്കെ, ഇപ്പൊ നമ്മൾ തടി ഉപയോഗിച്ച് ഡെസ്ക് ഉണ്ടാക്കി. ഡെസ്കായി പുതിയൊരു വസ്തു ഉണ്ടാക്കിയപ്പോഴും തടിയായിട്ട് തന്നെ ഇരിക്കുകയല്ലേ കുട്ടികളെ? അപ്പൊ മെയ്ഡ് ഓഫ് പറയണം. ഓക്കെ, ജ്യൂസ് ഉണ്ടാക്കി ഓറഞ്ചിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കി. അപ്പം ജ്യൂസ് നമ്മൾ മെയ്ഡ് ഫ്രം പറയണം. ഓക്കെ, ഓറഞ്ച് പോലെയാണ് ജ്യൂസ് ഇരിക്കുന്നത്? അല്ല. ഇനി രാജ്യത്ത് നിർമ്മിച്ചു എന്ന് പറയാൻ വേണ്ടി മെയ്ഡ് ഇൻ പറയണം. ഓക്കെ ആണല്ലോ? അതുപോലെ അറ്റ് എവിടെ ഉപയോഗിക്കുമ്പോഴേ കുട്ടികളെ? അറ്റ് വ്യക്തമായ സമയത്തിന് മുന്നിലാണ് അറ്റ് ഉപയോഗിച്ച് പറയുന്നത്. പിന്നെ ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ അറ്റ് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ വയസ്സിന് മുന്നിൽ അറ്റ് ഉപയോഗിക്കാം. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? വില, എണ്ണം, തൂക്കം എന്നിവയ്ക്ക് മുന്നിൽ അറ്റ് ഉപയോഗിക്കാം. കൃത്യസ്ഥലങ്ങൾക്ക് മുന്നിൽ, താരതമ്യേന ചെറിയ സ്ഥലങ്ങൾക്ക് മുന്നിൽ അറ്റ് ഉപയോഗിച്ചിട്ട് പറയാം.
ഇന്നെവിടെ ഉപയോഗിക്കാം? ഒന്നിനുള്ളിൽ എന്ന് കാണിക്കാൻ ഇന്ന് ഉപയോഗിക്കുക. ഇനി ഒരു കെട്ടിടത്തിനുള്ളിൽ ജോലി ചെയ്യുന്നു പറയാൻ വേണ്ടി ഇന്ന് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ എന്ത് ചെയ്യുന്നു ഇവിടെ മാസം, വർഷം, സീസൺ എന്നിവയ്ക്ക് മുന്നിൽ ഇന്ന് ഉപയോഗിച്ച് പറയുക. അതുപോലെ എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുന്നിലെല്ലാം ഇന്ന് ഉപയോഗിച്ച് പറയാം. പണമിടപാട് പണത്തിന്റെ രൂപത്തിലാണെങ്കിൽ ഇന്ന് ഉപയോഗിച്ച് പറയാം കേട്ടോ. പിന്നെ കുറെ വാക്കുകളൊക്കെ ഉണ്ട്, വാക്കുകൾക്ക് ഫോളോ ചെയ്യുന്ന കോഡുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടെഫാബി IPSലാണ് ഇന്ന് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പറഞ്ഞ കോഡാണ്. ബ്രെയിൻ ലാറ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഗെയിം കളിക്കാരനാണ് അറ്റ് ഉപയോഗിക്കുന്ന വാക്കിന് പറഞ്ഞ കോഡാണ്. ഓക്കെ, ആ വാക്കുകൾ നമ്മൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത വാക്കുകളാണ്. ഓക്കെ, അതുപോലെ ഓൺ എവിടെ ഉപയോഗിക്കും? ഒന്നിന് മുകളിൽ എന്ന് പറയാൻ വേണ്ടിയാണ് ഓൺ ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ എന്ത് ചെയ്യും? ആഴ്ചകളുടെയും പൂർണ്ണമായ തീയതികളുടെ മുന്നിൽ ഓൺ ഉപയോഗിച്ച് പറയാം. മൃഗങ്ങൾക്ക് മുകളിൽ സഞ്ചാര മാർഗമാക്കിയാൽ ഓൺ ഉപയോഗിച്ച് പറയാം. പിന്നെ അതുപോലെ എന്ത് ചെയ്യും? ഓപ്പൺ പ്ലേസിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഓൺ ഉപയോഗിച്ച് പറയാം. ബൈ എവിടെ ഉപയോഗിക്കാം കുട്ടികളെ? ബൈ എവിടെ ഉപയോഗിക്കാം? വാഹനങ്ങളുടെ പേരിന് മുന്നിൽ ബൈ ഉപയോഗിച്ച് പറയുക. വാഹനങ്ങളുടെ സഞ്ചാര മാർഗങ്ങൾക്ക് മുന്നിൽ ബൈ ഉപയോഗിച്ച് പറയാം. വിത്ത് എവിടെ ഉപയോഗിക്കാം കുട്ടികളെ? ഒപ്പം അല്ലെങ്കിൽ കൂടെ എന്നർത്ഥം വരുന്നിടത്ത് വിത്ത് ഉപയോഗിക്കാം. അതുപോലെ ഫ്രം എവിടെ ഉപയോഗിക്കാം കുട്ടികളെ? ഫ്രം ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യുന്നോടെ തുടക്ക സ്ഥാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രം ഉപയോഗിച്ച് പറയുക. ആബ്സെന്റ് ഫ്രം, അബ്സ്റ്റെയിൻ ഫ്രം, ബോറോ, ഡൈവേർട്ട്, ഡിസെന്റ് ഇവ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഫ്രം ചേർത്ത് പറയുക. മറക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് വാക്കുകൾ പഠിച്ചേ. നോക്കിയേ, അടുത്ത നോക്കിയേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ കുട്ടികളെ. അക്ഷര ഈസ് ഫോണ്ട് ഡാഷ് സ്വീറ്റ്സ്. അക്ഷര ഈസ് ഫോണ്ട് ഡാഷ് സ്വീറ്റ്സ്. ഓഫ് ഓപ്ഷനിലുണ്ട്, അതുപോലെ അറ്റ് ഓപ്ഷനിലുണ്ട്, ടു ഉണ്ട്, ഫോർ ഉണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫോണ്ടിനോടൊപ്പം വരുന്ന പ്രിപ്പോസിഷൻ ചോദിച്ചാൽ ഓഫാണ് കേട്ടോ. ഓഫാണ് നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഫോണ്ട് ഓഫ്. അപ്പൊ ചില വാക്കുകളോടൊപ്പം ഫിക്സഡ് പ്രിപ്പോസിഷൻസ് വരും. അതിനാണ് നമ്മൾ കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാ പ്രിപ്പോസിഷനും ചില വാക്കിനോടൊപ്പം ചേർത്ത് നമ്മൾ പറയേണ്ടതായിട്ട്, ഇന്ന വാക്കിനോടൊപ്പം ഇന്ന പ്രിപ്പോസിഷൻ, അങ്ങനെയുള്ള വാക്കുകളൊന്ന് പഠിച്ചു നോക്കിയേ കുട്ടികളെ. എന്ത് ചെയ്യുന്നു? ഒന്നാമത്തേതാണ് അറ്റ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളാണ്. അറ്റ് ഉപയോഗിക്കുന്ന വാക്കുകളാണ് എബിലിറ്റി കഴിഞ്ഞാൽ അറ്റ് ചേർത്ത് പറയുക, എയിം കഴിഞ്ഞാൽ അറ്റ് ചേർത്ത് പറയുക. അതുപോലെ ഏത് അമൈസ്ഡ് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? അറ്റ് ചേർത്തിട്ട് പറയുക. അമൈസ്ഡ് കഴിഞ്ഞാൽ അറ്റ് ചേർത്തിട്ട് പറയുക. അതേപോലെ അലാംഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് ചേർത്തിട്ട് പറയുക. അസ്റ്റോണിഷ്ഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് ചേർത്തിട്ട് പറയുക. ക്ലവർ കഴിഞ്ഞാൽ അറ്റ് ചേർത്ത് പറയുക. ഗുഡ്, ഗ്ലാൻസ്, ഗെസ് ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. ഏതൊക്കെയുണ്ടായി? എബിലിറ്റി അറ്റ്, നിങ്ങൾ പറയുമ്പോൾ വാക്കിനോടൊപ്പം അറ്റ് ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. എബിലിറ്റി അറ്റ്, എയിം അറ്റ്, അമൈസ്ഡ് അറ്റ്, അലാംഡ് അറ്റ്, അസ്റ്റോണിഷ്ഡ് അറ്റ്, ക്ലവർ അറ്റ്, ഗുഡ് അറ്റ്, ഗ്ലാൻസ് അറ്റ്, ഗെസ് അറ്റ് എല്ലാം അറ്റ് ചേർത്തിട്ട് നമുക്ക് അവിടെ പറയാം. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കി. അടുത്തത് ടു ചേർത്ത് പറയുന്ന കുറച്ച് വാക്കുകളാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ടു എന്ന് പറയുന്നത്. അക്സെപ്റ്റബിൾ കഴിഞ്ഞാൽ ടു ചേർത്തിട്ട് പറയുക. അക്സെപ്റ്റബിള്, അക്കോർഡിങ്, ആഡ് വാക്കുകൾ പറഞ്ഞ്. അക്സെപ്റ്റബിള്, അക്കോർഡിങ്, ആഡ്, അഡ്വേഴ്സ് അടുത്ത വാക്ക് ഏതാ ഉണ്ടേ? അഡ്വേഴ്സ്, അഫെക്ഷണേറ്റ് അടുത്ത വാക്കാണ് അഫെക്ഷണേറ്റ്. അതുപോലെ ആപ്ലിക്കബിള്, അപ്പോയിന്റ് വാക്കുകളൊന്ന് പറഞ്ഞ്. അക്സെപ്റ്റബിള്, അക്കോർഡിങ്, ആഡ്, അഡ്വേഴ്സ്, അഫെക്ഷണേറ്റ്, ആപ്ലിക്കബിള്, അപ്പോയിന്റ്. അതുപോലെ ബിലോങ്, കമ്പയർ, ക്ലോസ് പറഞ്ഞേ. ബിലോങ്, കമ്പയർ, ക്ലോസ്, കൺസെഷൻ, എക്സെപ്ഷൻ, അതേപോലെ ഫെയ്ത്ത്ഫുള്ള്, ഫ്രണ്ട്ലി. കൺസെഷൻ, എക്സെപ്ഷൻ, ഫെയ്ത്ത്ഫുള്ളി, അതുപോലെ ഫ്രണ്ട്ലി ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ടു ചേർത്ത് പറയുക. അപ്പൊ ടു ചേർത്ത് പറയുന്ന വാക്കുകൾ ഏതൊക്കെയായിരുന്നു? അക്സെപ്റ്റബിള്, അക്കോർഡിങ്, ആഡ്, അഡ്വേഴ്സ്, അഫെക്ഷണേറ്റ്, ആപ്ലിക്കബിള്, അപ്പോയിന്റ്, ബിലോങ്, കമ്പയർ, ക്ലോസ്, കൺസെഷൻ, എക്സെപ്ഷൻ, ഫെയ്ത്ത്ഫുള്ള്, ഫ്രണ്ട്ലി ഇതൊക്കെ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ടു ചേർത്തിട്ട് പറയുക. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ടു ചേർത്ത് പറയുക. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ടു ചേർത്ത് പറയാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ. ഓഫ് ചേർത്ത് പറയുന്ന വാക്കാണ് ഫിയർ, ഫോണ്ട്, ഗിൽറ്റി പറഞ്ഞേ. ഫിയർ, ഫോണ്ട്, ഗിൽറ്റി. ഇന്നസെന്റ്, ഫിയർ, ഫോണ്ട്, ഗിൽറ്റി, ഇന്നസെന്റ്. ഇഗ്നോറന്റ്, ഹേട്രഡ്, അതുപോലെ ജലസ്. ഇഗ്നോറന്റ്, ഹേട്രഡ്, ജലസ് ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഓഫ് ചേർത്ത് പറയുക. ഏതൊക്കെ വാക്കുകളാണ്? ഫിയർ, ഫോണ്ട്, ഗിൽറ്റി, ഇന്നസെന്റ്, ഇഗ്നോറന്റ്, ഹേട്രഡ്, ജലസി. എന്ത് ചെയ്യുന്നുണ്ട്? ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? ഓഫ് ചേർത്തിട്ട് പറയുക. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഓഫ് ചേർത്ത് പറയുക. ഓക്കെ, അപ്പം പ്രിപ്പോസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിപ്പോസിഷൻ എന്ത് ചെയ്യും? നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, അടുത്ത നോക്കിയേ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന ചോദ്യം
പിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ടു പിക്ക് ഹോൾസ് മീൻസ് ഡാഷ്. തന്നിരിക്കുന്ന ചോദ്യം ഒരു ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ടു പിക്ക് ഹോൾസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. നോക്കിയേ, ടു ഫൈൻഡ് സം റീസൺ ടു കോറൽ ഓപ്ഷനിലുണ്ട്. ടു ഡിസ്ട്രോയ് സംതിങ് ഓപ്ഷനിലുണ്ട്. അതുപോലെ ടു ഈറ്റ് സമ്മൺ സം പാർട്ട് ഓഫ് ആൻ ഐറ്റം ഓപ്ഷനിലുണ്ട്. ടു ക്രിട്ടിസൈസ് സമ്മൺ ഓപ്ഷനിലുണ്ട്. ഏതാണ് കുട്ടികളെ ഉത്തരം? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. ടു ക്രിട്ടിസൈസ് സമ്മൺ എന്നാണ് കേട്ടോ ഉത്തരം. ഏതാണ്ടേ? ടു പിക്ക് ഹോൾസ് മീൻസ് ടു ക്രിട്ടിസൈസ് സമ്മൺ എന്നാണ് കേട്ടോ. അപ്പൊ ഇഡിയംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ക്യാറ്റ് ആൻഡ് ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ക്യാറ്റ് ആൻഡ് ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് കോറൽ എന്നാണ് കേട്ടോ. ക്യാറ്റ് ആൻഡ് ഡോഗ്സ് ലൈഫ് മീൻസ് ഓൾവേസ് കോറൽ എന്നാണ്. ഓക്കെ, ഇനി കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് മാത്രം പറഞ്ഞാൽ കുട്ടികളെ, കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻ എന്നാണ് കേട്ടോ. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഹെവി റെയിൻ എന്നാണ് കേട്ടോ. അങ്ങനെ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ, റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അതും ഹെവി റെയിൻ ആണ് കേട്ടോ. അതിന്റെ അർത്ഥം എന്താണ്ടേ? ഹെവി റെയിൻ എന്ന് കേട്ടോ. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻ. ഇനി ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ മിസറബിൾ ലൈഫ് എന്ന് കേട്ടോ. ഡോഗ്സ് ലൈഫ് മിസറബിൾ ലൈഫ്. എന്നാ ഡോഗ് ഈറ്റ്സ് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ഡോഗ് ഈറ്റ്സ് ഡോഗ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് സെയിൽ എന്നാണ് കേട്ടോ. ഡോഗ് ഈറ്റ്സ് ഡോഗ് കോമ്പറ്റീറ്റീവ് സെയിൽ എന്നാണ്. ഓക്കെ, എന്നാലേ എന്ത് ചെയ്യുന്നു? ബുള്ളിനെ എന്ത് ചെയ്യുന്നു? അതേപോലെ ബുള്ളിനെ ചൈന ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ബുള്ളിനെ ചൈന ഷോപ്പ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് പേഴ്സൺസ് എന്നാണ് കേട്ടോ. അൺവാണ്ടഡ് പേഴ്സൺസ് എന്നാണ് കേട്ടോ. ക്യാറ്റ് നാപ്പ് എന്ന് പറഞ്ഞ അർത്ഥം പറ കുട്ടികളെ. ക്യാറ്റ് നാപ്പ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്ലീപ്പ് എന്നാണ് കേട്ടോ. ക്യാറ്റ് നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സ്ലീപ്പ് എന്നാണ്. ക്യാറ്റ് നാപ്പ് ഷോർട്ട് സ്ലീപ്പ് എന്നാണ് കേട്ടോ. എന്നാൽ ബെൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ബെൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ടേക്ക് റിസ്ക് എന്നാണ് കേട്ടോ. ബെൽ ദ ക്യാറ്റ് ടേക്ക് റിസ്ക് എന്നാണ് കേട്ടോ. ബെൽ ദ ക്യാറ്റ് മീൻസ് ടേക്ക് റിസ്ക് എന്നാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ മേജർ പാർട്ട് ഓഫ് സംതിങ് എന്നാണ് കേട്ടോ. ലയൺസ് ഷെയർ മേജർ പാർട്ട് ഓഫ് സംതിങ് എന്നാണ് കേട്ടോ. പേപ്പർ ടൈഗർ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? പേപ്പർ ടൈഗർ ലുക്സ് ഡേഞ്ചർ ബട്ട് പൂർ എന്നാണ് കേട്ടോ. ലുക്ക് ഡേഞ്ചർ ബട്ട് പൂർ എന്നാണ്. എന്നാൽ വൂൾഫിൻ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറഞ്ഞാലോ ലുക്ക് പൂർ ബട്ട് ഡേഞ്ചർ എന്നാണ് കേട്ടോ. വൂൾഫിൻ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് ഡേഞ്ചർ അല്ലെങ്കിൽ ലുക്ക് പൂർ ബട്ട് ഡേഞ്ചർ എന്നാണ് കേട്ടോ. ഡോങ്കീസ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കൂട്ടുക? ഡോങ്കീസ് വർക്ക് ഹാർഡ് ആൻഡ് ബോറിംഗ് വർക്ക് എന്നാണ് കേട്ടോ. എന്നാൽ ഡോങ്കീസ് ഇയർ എന്ന് പറഞ്ഞാൽ വെരി ലോങ് പീരീഡ് എന്നാണ് കേട്ടോ. ഡോങ്കീസ് ഇയർ വെരി ലോങ് പീരീഡ് എന്നാണ് കേട്ടോ. ഗിവ് എ ലോങ് റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ഗിവ് എ ലോങ് റോപ്പ് അലോ ടു മച്ച് ഫ്രീഡം എന്നാണ് കേട്ടോ. അലോ ടു മച്ച് ഫ്രീഡം എന്നാണ് കേട്ടോ. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ? റെഡ് ലെറ്റർ ഡേ ഹാപ്പി ഡേ, മെമ്മറബിൾ ഡേ, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നോടെ ഇമ്പോർട്ടൻ്റ് ഡേ എന്നൊക്കെയാണ് കേട്ടോ. റെഡ് ഇങ്ക് എന്ന് പറഞ്ഞാലോ ഡെപ്റ്റ് എന്നാണ് കേട്ടോ. റെഡ് ഇങ്ക് മീൻസ് ഡെപ്റ്റ്. ടു പെയിന്റ് ദ ടൗൺ റെഡ് എന്ന് പറഞ്ഞാലോ സെലിബ്രേറ്റ് എന്നാണ് കേട്ടോ. ബെഡ് ഓഫ് നെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ബെഡ് ഓഫ് നെയിൽ പെയിൻഫുൾ ലൈഫ് എന്നാണ് കേട്ടോ. ബെഡ് ഓഫ് റോസ് എന്ന് പറഞ്ഞാലോ ഹാപ്പി ലൈഫ് എന്നാണ് കേട്ടോ. ബെഡ് ഓഫ് റോസ് ഹാപ്പി ലൈഫ് എന്നാണ് കേട്ടോ. ബെഡ് ഓഫ് റോസ് ഹാപ്പി ലൈഫ് എന്നാണ് കേട്ടോ. ഓക്കെ, അതേപോലെ ടേക്ക് എ ബാക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ടേക്ക് എ ബാക്ക് സീറ്റ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നാണ് കേട്ടോ. ടേക്ക് എ ബാക്ക് സീറ്റ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നാണ് കേട്ടോ. വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? യൂസ്ലെസ് അറ്റംപ്റ്റ് എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ യൂസ്ലെസ് അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുക. ബൈറ്റ് ദ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികൾ മീനിങ്? ബൈറ്റ് ദ ഡസ്റ്റ് മീൻസ് എന്തെന്ന് പറയുക? ഫെയിൽ ആവുക എന്നാണ് കേട്ടോ. ഫെയിൽ ആവുക. എഗ് ഓൺ യുവർ ഫേസ് എന്ന് പറഞ്ഞാലോ മേക്ക് എ ഫോൾട്ട് എന്നാണ് കേട്ടോ. എഗ് ഓൺ യുവർ ഫേസ് എന്ന് പറഞ്ഞാൽ മേക്ക് എ ഫോൾട്ട് എന്നാണ് കേട്ടോ. ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ബ്ലൂ മൂൺ റയർ ഇവന്റ് എന്ന് പറയും. ബ്ലൂ മൂൺ മീൻസ് റയർ ഇവന്റ്. എന്നാൽ ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാലോ റോയൽ ഫാമിലി മെമ്പേഴ്സ് എന്നാണ് കേട്ടോ. ബ്ലൂ ബ്ലഡ് റോയൽ ഫാമിലി മെമ്പേഴ്സ് എന്നാണ് കേട്ടോ. ബ്ലൂ ബ്ലഡ് റോയൽ ഫാമിലി മെമ്പേഴ്സ്. മാൻ ഓഫ് പാർട്സ് എന്ന് പറഞ്ഞാലോ ടാലന്റഡ് പേഴ്സൺസ് ആണ് കേട്ടോ. മാൻ ഓഫ് പാർട്സ് ടാലന്റഡ് പേഴ്സൺസ് ആണ് കേട്ടോ. മാൻ ഓഫ് പാർട്സ് ടാലന്റഡ് പേഴ്സൺസ് എന്നാണ് കേട്ടോ. ഓഫ് ദ ഹൂക്ക് എന്ന് പറഞ്ഞാലോ ഫ്രീ ഫ്രം ഡേഞ്ചർ എന്നാണ് കേട്ടോ. ഓഫ് ദ ഹൂക്ക് ഫ്രീ ഫ്രം ഡേഞ്ചർ എന്നാണ് കേട്ടോ. വൈൻ ആൻഡ് ഡൈൻ എന്ന് പറഞ്ഞാലോ എക്സ്പെൻസീവ് മീൽ എന്നാണ് കേട്ടോ. വൈൻ ആൻഡ് ഡൈന് എക്സ്പെൻസീവ് മീൽ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഡിയംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് എന്ത് ചെയ്യുന്നൂടെ റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത നോക്കിയ ചോദ്യം പ്രോസ് ആൻഡ് കോൺസ് മീൻസ് ഡാഷ്. പ്രോസ് ആൻഡ് കോൺസ് മീൻസ് ഡാഷ്. അതും മറ്റൊരു വീഡിയോ ആണ്. പ്രോസ് ആൻഡ് കോൺസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നോക്കിയാൽ ഓപ്ഷനിലായിട്ട് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ഓപ്ഷനിലുണ്ട്. ഓൺ ദി ഹോൾ എന്ത് ചെയ്യും ഓപ്ഷനിലുണ്ട്. അതുപോലെ ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓപ്ഷനിലുണ്ട്. ഗുഡ് കണ്ടീഷൻ ഓപ്ഷനിലുണ്ട്. ഏതാണ് കുട്ടികളെ? പ്രോസ് ആൻഡ് കോൺസ് ഒന്ന് കമന്റ് ചെയ്തേ വേഗം.
പ്രോസ് ആൻഡ് കോൺസ് മീൻസ് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ എന്നാണ് കേട്ടോ. ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ. പ്രോസ് ആൻഡ് കോൺസ് മീൻസ് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ. ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാലോ കുട്ടികളെ വെരി ക്ലോസ് റിലേഷൻസ് ആണ് കേട്ടോ. ഹാൻഡ് ഇൻ ഗ്ലൗസ് എന്ന് പറഞ്ഞാലോ വെരി ക്ലോസ് റിലേഷൻസ് ആണ് കേട്ടോ. ക്ലോസ് നെക്ക് ആൻഡ് നെക്ക് എന്ന് പറഞ്ഞാലോ കുട്ടികളെ നെക്ക് ആൻഡ് നെക്ക് ഈക്വൽ ലെവൽ എന്നാണ് കേട്ടോ. ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാലോ കുട്ടികളെ ആൾ ഇയർ ചെവി. ഓൾ ഇയേഴ്സ് മീൻസ് ഈഗർ ടു ഹിയർ എന്നാണ് കേട്ടോ. റോളിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടെ ആക്റ്റീവ് പേഴ്സൺ എന്നാണ് കേട്ടോ. ഓഫ് ആൻഡ് ടോൺ എന്ന് പറഞ്ഞാലോ ഓഫ് ആൻഡ് ടോണ്. ഫ്രീക്വന്റ്ലി എന്നാണ് കേട്ടോ. ഓഫ് ആൻഡ് ടോണ് ഫ്രീക്വന്റ്ലി എന്നാണ് കേട്ടോ. ഓക്കെ, മറക്കരുത്. ഇവിടെ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ. അടുത്ത ചോദ്യം നോക്കിയേ. നമ്മുടെ ജംബിൾഡ് സെന്റൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഡിസോർഡറിൽ തന്നിരിക്കുന്ന വാക്കുകളെ ഓർഡർ ആക്കി മീനിങ് ഫുൾ ആയ സെന്റൻസ് ആക്കുക എന്നാണ്. അപ്പൊ നോക്കിയേ, ആൻഡ് ഓൺ ദി ചരിച്ചുവര കൊടുത്തിട്ടുണ്ട്. ആർക്കിടെക്ട് ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് ചരിച്ചുവര. ഈസ്, ഫാദർ, മൈ ഈ വാക്കുകൾ ചേർത്തിട്ട് മീനിങ് ഫുൾ ആയ സെന്റൻസ് ഉണ്ടാക്കാനാണ്. ഒന്നാമത്തേല് അറേഞ്ച് ദ വേർഡ്സ് ഇൻ ദ മീനിങ് ഫുൾ സെന്റൻസ് എന്നാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആർക്കിടെക്ട് ഈസ് മൈ ഫാദർ ഓപ്ഷനിലുണ്ട്. മൈ ഫാദർ ഈസ് ആൻ ആർക്കിടെക്ട് ഓപ്ഷനിലുണ്ട്. ഫാദർ ഈസ് ആൻ ആർക്കിടെക്ട് ഓപ്ഷനിലുണ്ട്. നണ്ണുണ്ട്. അപ്പൊ ഈ വാക്കുകളെല്ലാം ചേർത്തുകൊണ്ട് എഴുതാൻ. അപ്പൊ നോക്കിയേ, ഇത് എന്ത് ചെയ്യുന്നു തെറ്റാണ്. എന്ത് ചെയ്യുന്നു ഫാദർ ആർക്കിടെക്ട് ഈസ് മൈ ഫാദർ പറയൂ. മൈ ഫാദർ ഈസ് ആൻ ആർക്കിടെക്ട് എന്ന് പറയാം. ഇനി രണ്ടാമത്തത് എന്ത് ചെയ്യും മൈ ഫാദർ ഈസ് ആൻ ആർക്കിടെക്ട്. നോക്ക്, മൈ ഓപ്ഷനിലുണ്ട്. ഫാദർ ഓപ്ഷനിൽ മൈ ഫാദർ സബ്ജക്റ്റ്, ഈസ് ഓക്സിലറി, എന്ത് ചെയ്യുന്നൂടെ വിശേഷണം ആൻ ആർക്കിടെക്ട് അദ്ദേഹം ആരാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇത് ശരിയാണ്. ഫാദർ ഈസ് ആൻ ആർക്കിടെക്ട് ഇതും ശരിയായിരുന്നു, പക്ഷെ മൈ വന്നിട്ടില്ല, അതുകൊണ്ട് അത് തെറ്റ്. അപ്പം ഡിസോർഡറിൽ തന്നിരിക്കുന്ന വാക്കുകൾ ചേർത്ത് ഓർഡർ ആക്കി മീനിങ് ഫുൾ ആയ സെന്റൻസ് എഴുതാൻ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു. ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് വെർബ്, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് എന്ന പാറ്റേണിൽ ചിന്തിച്ചു നോക്കുക. അത് കിട്ടിയില്ല എങ്കിൽ ആദ്യം സബ്ജക്റ്റ് അതല്ല എങ്കിൽ അടുത്ത് വരുന്നത് ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞിട്ട് മെയിൻ വെർബ്, അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നു കുട്ടികളെ ഒബ്ജക്റ്റ് എന്ന പാറ്റേണിൽ വരാം. അതുപോലെ എന്ത് ചെയ്യുന്നൂടെ അഡ്ജക്റ്റീവ് വരുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നൂടെ നമുക്ക് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ സെന്റൻസുകളാണെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എന്ന പാറ്റേണിൽ വേണം ചിന്തിക്കാൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ മീനിങ് ഫുൾ ആയ സെന്റൻസുകൾ എഴുതാൻ പറഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് വരുന്ന രീതിയിൽ ചിന്തിച്ചു നോക്കുക, വാക്കുകള് ചിന്തിച്ചു നോക്കുക, അപ്പോഴേക്ക് ഉത്തരങ്ങൾ കിട്ടും. അടുത്ത ചോദ്യം നോക്കിയ കുട്ടികളെ, നമുക്ക് വരുന്നത് ബി ഓപ്ഷൻ മൈ ഫാദർ ഈസ് ആൻ ആർക്കിടെക്ട് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ, പിക്ക് ഔട്ട് ദ സ്റ്റേറ്റീവ് വെർബ് ഫ്രം ദ ഫ്ലോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റീവ് വെർബ് എടുത്തെഴുതാനാണ്. വെർബ് എന്താണെന്ന് അറിയാം, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് വെർബ്. നോക്കിയേ, ഡാൻസ് ഓപ്ഷനിലുണ്ട്, സിംഗ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, ലവ് ഉണ്ട്. വേഗം ഒന്ന് നോക്കിയിട്ട് ഉത്തരം ഒന്ന് പറഞ്ഞേ. ഏത് വരുന്നു ഉത്തരം ആയിട്ട്? ഡി ഓപ്ഷൻ ആയിട്ടുള്ള ലവ് ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഡി ഓപ്ഷൻ ആയിട്ടുള്ള ലവ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ എന്താണ് കുട്ടികളെ സ്റ്റേറ്റീവ് വെർബുകളും എന്താണ് ഡൈനാമിക് വെർബുകളും എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ മെന്റൽ ആക്ഷൻസ് ആണ് സ്റ്റേറ്റീവ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ഷൻസ് ആണ് ഡൈനാമിക്. ചിന്തയിൽ വരുന്ന പ്രവൃത്തികളാണ് സ്റ്റേറ്റീവ്. ശരീരം അനങ്ങി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഡൈനാമിക് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം അനങ്ങി ചെയ്യുന്നതാണ്. സിംഗ് എന്ന് പറയുന്ന അനങ്ങണം. ഇനി റൈറ്റ് എന്ന് പറയുന്നത് ശരീരം അനങ്ങിയാണ്. ലവ് എന്ന് പറയുന്ന ഒരു സ്നേഹം നമ്മുടെ ചിന്തയിലാണ് ആദ്യം വരുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് സ്റ്റേറ്റീവ് ആണ്. ഓക്കെ, ഈ സ്റ്റേറ്റീവ് വെർബുകൾക്ക് എന്തില്ല എന്ന് മുമ്പ് പഠിച്ചു? ING ഇല്ല. ഡൈനാമിക് വെർബുകൾക്കാണ് എന്ത് വരുന്നത്? ING ഫോം വരുന്നത്. ഇനി എന്താണ് വളരെ ട്രാൻസിറ്റീവ് വെർബുകൾ എന്താണ്? ഇൻട്രാൻസിറ്റീവ് വെർബുകൾ എന്താണ് പറഞ്ഞു നോക്കിയേ. ട്രാൻസിറ്റീവ് ഒബ്ജക്റ്റ് ഉള്ള സെന്റൻസിൽ വരുന്ന വെർബുകളാണ് ട്രാൻസിറ്റീവ് വെർബ്. ഒബ്ജക്റ്റ് ഇല്ലാത്ത സെന്റൻസിൽ വരുന്ന വെർബുകൾക്ക് പറയുന്ന പേര് ഇൻട്രാൻസിറ്റീവ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, ആരെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ ഉത്തരം നൽകുന്ന വെർബുകളാണെങ്കിൽ അത് ട്രാൻസിറ്റീവ്, ഉത്തരം നൽകാത്ത വെർബാണെങ്കിൽ ഇൻട്രാൻസിറ്റീവ്. മറക്കൂലല്ലോ. എന്താണ് ട്രാൻസിറ്റീവ് വെർബ്, എന്താണ് ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഉള്ള സെന്റൻസിൽ വരുന്ന വെർബുകൾ ട്രാൻസിറ്റീവ് വെർബ്, ഒബ്ജക്റ്റ് ഇല്ലാത്ത സെന്റൻസിൽ വരുന്ന വെർബ് ഇൻട്രാൻസിറ്റീവ്. അതേപോലെ എന്താണ് റെഗുലർ വെർബ്, എന്താണ് ഇറഗുലർ വെർബ്, എന്താണ് കുട്ടികളെ റെഗുലർ വെർബ് ഇറഗുലർ വെർബ്? EDയിൽ അവസാനിക്കുന്ന V2 V3 വരുന്ന വെർബുകളെല്ലാം റെഗുലർ വെർബും. ഇറഗുലർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ V2 V3 വരുന്നതെല്ലാം ഇറഗുലർ വെർബുകളാണ്. ഇനി എന്താണ് വെർബിന്റെ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റൂട്ട് ഫോം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? V0 ഫോം, ഡു, അതേപോലെ ഡസ്, അതുപോലെ ഡിഡ്. സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന
അല്ലെങ്കിൽ വെർബിന്റെ രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് V0 ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം എന്നൊക്കെ പറയുന്നത്. നോക്ക്, ഇപ്പൊ വാക്കെന്ന് പറയുന്ന വെർബ് V1 ആണേ, അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് വാക്കെന്ന് കിട്ടുന്നു. ഡു പ്ലസ് വാക്കെന്ന് കിട്ടുന്നു. ഈ വാക്കിന് പറയുന്ന പേരാണ് V0. വെർബിന് എത്ര രൂപങ്ങളുണ്ട് കൂട്ടല്ലേ? V1 രൂപമുണ്ട്, V2 രൂപമുണ്ട്, V3 രൂപമുണ്ട്, V4 ഉണ്ട്, ES രൂപങ്ങളുണ്ട്. V1 രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് പ്രസന്റ് ഫോം ഓഫ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് പ്ലൂറൽ ഫോം ഓഫ് വെർബും ആണ്. V2 പറയുന്നതാണ് പാസ്റ്റ് ഫോം ഓഫ് വെർബ് എന്ന് പറയുന്നത്. അത് സിംഗുലാറും ആണ് പ്ലൂറലും ആണ്. V3 രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇത് V3 എന്ന് പറയുന്നത് സിംഗുലാറും അല്ല പ്ലൂറലും അല്ല. അത് എന്ത് വന്നാൽ മാത്രം സിംഗുലാറും പ്ലൂറലും ആവുന്നു? വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് മുന്നിൽ വന്നാൽ മാത്രം സിംഗുലാറും പ്ലൂറലും ആവുന്നു. ഇനി V4 രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ING രൂപങ്ങളാണ്. അത് കണ്ടിന്യൂയിങ് ഫോം ഓഫ് വെർബുകളാണ്. അതിന് പറയുന്ന മറ്റൊരു പേര് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നുമാണ്. ഓക്കെ, ഇനി അതേപോലെ SOR രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഫോം ഓഫ് വെർബ് ആണ്. ഇത്തരം വെർബുകള് സിംഗുലാർ വെർബുകളും ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. പിക്ക് ഔട്ട് ദ ഇറഗുലർ വെർബ് ഫ്രം ദ ഫോളോയിങ്. നമ്മളിപ്പോൾ പറഞ്ഞോളൂ ഇറഗുലർ വെർബ് എന്താണെന്നും എങ്ങനെ കണ്ടെത്താമെന്നും. സിംഗ് എന്ന ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, വാക്ക് എന്നത് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, ഡാൻസ് എന്നത് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, ലവ് എന്നത് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിയേ കുട്ടികളെ. അപ്പൊ എന്താണ് ഇറഗുലർ വെർബ് നമുക്കറിയാം. നമുക്ക് ഇറഗുലർ വാക്ക് ഏതാണ് കുട്ടികളെ ഉത്തരമായിട്ട് വരുന്നത്? അപ്പൊ വാക്ക് എന്ന് പറയുന്നതിന് നമുക്ക് വീട്ടും വിത്തിരി ഇങ്ങനെ പറയാം, വാക്ഡ് വാക്ഡ് എന്ന് പറയാം കേട്ടോ. വാക്ഡ് വാക്ഡ് എന്ന് പറയാം. ഡാൻസ് ആണെങ്കിലാ ഡാൻസ്ഡ് ഡാൻസ്ഡ് എന്ന് പറയാം കേട്ടോ. ഡാൻസ് ഡാൻസ്ഡ്. ലവ് ആണെങ്കിലാ ലവ്ഡ്, അതേപോലെ ലവ്ഡ് എന്ന് പറയാം കേട്ടോ. അപ്പൊ സിംഗ് ആണെങ്കിലാ സാങ്, അതുപോലെ സങ് എന്ന് പറയാം കേട്ടോ. സാങ് സങ്. അപ്പൊ ഇതിൽ ഏതാണ് കുട്ടികളെ ഇറഗുലർ വെർബ്? EDയിൽ അവസാനിക്കാത്ത V2 V3 വരുന്ന ഏതാണ്? സിംഗ് ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. സിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ നോക്കിയിരിക്കുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വളരെ വ്യക്തമായി തന്നെ ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ടോപ്പിക്കെല്ലാം കവർ ചെയ്ത് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. പറഞ്ഞ ചോദ്യങ്ങളെല്ലാം നമ്മൾ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് സിലബസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന സിലബസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തു നോക്കിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതുക. ഓക്കെ, താങ്ക് യു.